Hello, my dear students. Welcome back to Ishack's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് +2 റിഫ്രാക്ഷൻ. റിഫ്രാക്ഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. റിഫ്രാക്ഷൻ. Refraction is the phenomena of bending of light when light is traveling from one transparent medium to another. ഒരു മീഡിയത്തിന് വേറെ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ലൈറ്റിന്റെ പാത്തിന് ബെൻഡിങ് വരും. ഈ ബെൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. The path of a light ray is always a straight line in a homogeneous medium. ഒരു പെർട്ടിക്കുലർ മീഡിയത്തിൽ ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുക. ഇത് ലൈറ്റിന്റെ ഒരു ഫിനോമിനയാണ്. ദാറ്റ് ഈസ് linear propagation of light. Light always travel in a straight line. അപ്പോൾ ഒരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ഇത് ബെൻഡ് ചെയ്യുമ്പോൾ അത് വേറൊരു ഫിനോമിനായിട്ട് മാറുന്നു. That's bending is known as refraction. Speed of light is different in different media. This is responsible for refraction. നമുക്കറിയാം വാക്വത്തിലാണ് ലൈറ്റിന് ഏറ്റവും കൂടുതൽ സ്പീഡ് 3 × 10⁸ meter/second. ദെൻ വാട്ടറിലേക്ക് വരുമ്പോൾ ദെൻ സ്പീഡ് കുറയും, ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ വീണ്ടും സ്പീഡ് കുറയുന്നു, ഡയമണ്ട് ആകുമ്പോൾ വീണ്ടും സ്പീഡ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന ടേം നമ്മൾ വഴി ഡിസ്കസ് ചെയ്യും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും തോറും സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. When a light ray undergoes refraction, its speed, intensity and wavelength changes but not its frequency. അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വേവ് ലെങ്ത്തിന് മാറ്റം വരാം, ഇന്റൻസിറ്റിക്ക് മാറ്റം വരാം, സ്പീഡിന് മാറ്റം വരാം. സോ ഫ്രീക്വൻസി ഡസ് നോട്ട് ചേഞ്ചസ്. ഫ്രീക്വൻസിക്ക് യാതൊരു മാറ്റവും വരില്ല. അപ്പോൾ ഇതെടുത്ത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിഫ്ലക്ഷൻ സമയത്ത് സ്പീഡിന് മാറ്റം വരുന്നില്ല, ഫ്രീക്വൻസിക്ക് മാറ്റം വരുന്നില്ല, വേവ് ലെങ്ത്തിന് മാറ്റം വരുന്നില്ല. അപ്പോൾ പ്രോബ്ലം ചോദിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക. റിഫ്രാക്ഷൻ ആകുമ്പോൾ ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റന്റ്, സ്പീഡ്, ഇന്റൻസിറ്റി, വേവ് ലെങ്ത് ചേഞ്ചസ്. When light travel from a denser medium to a rarer medium, the refracted ray gets deviated away from the normal. Denser and rarer means optical density ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഡെൻസർ നിന്ന് റയറിലേക്ക് കടക്കുകയാണെങ്കിൽ ഡീവിയേറ്റ് അവേ ഫ്രം ദ നോർമൽ, നോർമലിന് അവേ ആയിരിക്കും. അപ്പോൾ റിഫ്രാക്ഷൻ വരയ്ക്കുമ്പോൾ, റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ കാര്യം അറിഞ്ഞിരിക്കണം. When light ray travels from a rarer medium to a denser medium, the refracted ray gets deviated towards the normal. അപ്പോൾ ഡെൻസർ നിന്ന് റയറിലേക്കാണെങ്കിൽ away from the normal and റയറിൽ നിന്ന് ഡെൻസറിലേക്കാണെങ്കിൽ towards the normal. Optical density and mass density are different. For example, turpentine and water. Mass density of turpentine is less than that of water, but its optical density is higher. അപ്പോൾ ഈ മാസ് ഡെൻസിറ്റി വെച്ച് കമ്പയർ ചെയ്ത്, ഫോർ എക്സാമ്പിൾ വാക്വത്തിൽ ലൈറ്റിന് സ്പീഡ് വളരെ കൂടുതലാണ്, എയർ ആകുമ്പോൾ കുറയും, വാട്ടർ ആകുമ്പോൾ വീണ്ടും കുറയും, ഗ്ലാസ് ആകുമ്പോൾ വീണ്ടും കുറയും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക മാസ് ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കും. പക്ഷേ മാസ് ഡെൻസിറ്റി ഓപ്റ്റിക്കൽ ഡെൻസിറ്റി രണ്ടാന്ന് മനസ്സിലാക്കി വെക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന ടേം നമ്മൾ ശരിക്കും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ടർപ്പൻറ്റൈനും വാട്ടർ ആണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടർപ്പൻറ്റൈൻ്റെ കേസിൽ ടർപ്പൻറ്റൈൻ്റെ മാസ് ഡെൻസിറ്റി ഓഫ് ടർപ്പൻറ്റൈൻ ഇസ് ലെസ് ദാൻ ഓഫ് വാട്ടർ, ബട്ട് അതിന്റെ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? കൂടുതലാണ്. So this is the ray diagram for refraction. അപ്പോൾ രണ്ട് റിഫ്രാക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ദറ്റ് ഈസ് റയറർ ടു ഡെൻസർ ആണെങ്കിൽ, അതുപോലെ ഡെൻസർ ടു റയറർ ആണെങ്കിൽ. അപ്പോൾ ഡെൻസർ ടു റയറർ ആൻഡ് റയർ ടു ഡെൻസർ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ റയറർ, എന്താണ് ഡെൻസർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ റയറർ മീൻസ് എയർ ആണ്, ഡെൻസർ മീൻസ് വാട്ടർ ആണ്. അപ്പോൾ എയറിന്ന് വാട്ടറിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്, കാരണം അതിന്റെ വെലോസിറ്റി കുറയുകയാണ്. വെലോസിറ്റി കുറയുമ്പോൾ നോർമലിലേക്ക് അടുത്ത് വരും, അങ്ങനെയും നമുക്ക് പറയാം. വെലോസിറ്റി കൂടുകയാണെങ്കിൽ നോർമലിന് എവേ ആണ്. അപ്പോൾ രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് വാട്ടറിന് എയറിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ എയർ എന്ന് പറയുന്നത് റയർ ആണ്, വാട്ടർ ഡെൻസർ ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് നോർമലും ഇൻസിഡന്റ് റേയും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിൾ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ മീൻസ് റിഫ്രാക്റ്റഡ് റേ നോർമലും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിൾ. പിന്നെ ആക്ച്വലി ഇൻസിഡന്റ് റേ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ എത്ര മാത്രമാണോ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് അതിനെ പറയും ആംഗിൾ ഓഫ് ഡീവിയേഷൻ. കാരണം ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. അപ്പോൾ ആ സ്ട്രെയിറ്റിന് എത്രമാത്രം ഡീവിയേഷൻ സംഭവിക്കുന്നു, അപ്പോൾ അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഇതിൽ രണ്ട് കേസ് നമുക്ക് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് കേസിൽ I എന്ന് പറയുന്നത് R+D ആണ്. സെക്കൻഡ് കേസിൽ നമ്മൾ R എന്ന് പറയുന്നത് I+D ആണ്. അപ്പോൾ ആ ഇക്വേഷൻസ് സിമിലാരിറ്റി ഒക്കെ നമുക്ക് റിഫ്രാക്ഷൻ അറിഞ്ഞിരിക്കണം. കാരണം റിഫ്രാക്ഷൻ പണ്ട് നമ്മൾ വളരെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ടോപ്പിക് ആണെങ്കിൽ കൂടി ഇത്രയും ഡെപ്തിൽ ഈ ഒരു ടേംസ് ഒക്കെ പഠിക്കുമ്പോഴാണ് ഹയർ സെക്കൻഡറി ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ റയർ എന്ന ഡെൻസറിലേക്ക് വരുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഡെൻസർ എന്ന റയറിലേക്ക് വരുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് കൂടുതൽ വരിക. അപ്പോൾ ആ ഡീവിയേഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ ഇക്വേഷൻസ് നോക്കണം. ഇഫ് I is greater than R, അതായത് റയർ എന്ന ഡെൻസറിലേക്ക് ആണെങ്കിൽ D എന്ന് പറയുന്നത് I - R ആണ്. ബട്ട് ഇൻ കേസ് ഡെൻസർ ടു റയർ, അതായത് വാട്ടറിന് എയറിലേക്ക് വരികയാണെങ്കിൽ
ആറാണ് ഗ്രേറ്റർ, റിഫ്രാക്റ്റഡ് ആണ് ഗ്രേറ്റർ. അപ്പോൾ ഡി ഇസ് ഈക്വൽ ടു ആർ മൈനസ് വൺ. അപ്പോൾ ഏതാണോ ഗ്രേറ്റർ എന്ന് കുറയ്ക്കണം, അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ റയർ നിന്ന് ഡെൻസറിലേക്കാണെങ്കിൽ ഐ മൈനസ് ആർ ആണ്, കാരണം അവിടെ ഐ ആണ് കൂടുതൽ. ഡെൻസർ ടു റയർ ആണെങ്കിൽ അവിടെ ആറാണ് കൂടുതൽ, സോ ആർ മൈനസ് ഐ. വാട്ടറും ഗ്ലാസും ആകുമ്പോൾ റയർ എന്ന് പറയുന്നത് വാട്ടർ ആണ്, ഡെൻസർ എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. അപ്പോൾ റയർ, അപ്പോൾ എയറും വാട്ടർ ആണെങ്കിൽ എയർ ഈസ് റയർ ആൻഡ് വാട്ടർ ഈസ് ദ denser. This is the ray diagram for the both cases. Laws of refraction. അപ്പോൾ ഈ ray diagrams നമുക്ക് laws conclude ചെയ്യാം. The incident ray, the refracted ray and the normal to the point of incidence of all lie in the same plane. ഇതാണ് ഫസ്റ്റ് ലോ. നമ്മൾ റിഫ്ലക്ഷനിൽ പറഞ്ഞ അതേ തന്നെയാണ്. The incident ray, the refracted ray, normal, the point of incidence all lie at same plane. രണ്ടാമത്തെ വളരെ important, that is Snell's law. Snell's law means the ratio of sine of the angle of incidence in the first medium to the sine of the angle of refraction in the second medium is a constant for a given pair of medium and for a given color of ലൈറ്റ്. അപ്പോൾ ഓരോ കളറിനും വിത്ത് റെസ്പെക്ട് ടു മീഡിയത്തെ വെച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലി പറയുമ്പോൾ വളരെ ഇക്വേഷൻ നമുക്ക് പറയാം, സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എ, ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് n21 ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. n21 എന്ന് പറഞ്ഞാൽ എന്നോട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ n21 മീൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു 1. അപ്പോൾ ഏത് മീഡിയത്തിലേക്കാണോ ലൈറ്റ് പോകുന്നത് ആ മീഡിയത്താണ് n2 എന്ന് പറയുന്നത്. അപ്പോൾ ഏത് മീഡിയത്തിനാണോ ലൈറ്റ് വരുന്നത് അത് 1 ആക്കി എടുത്ത്, ഏത് മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുന്നത് 2 ആക്കി എടുത്തു. അപ്പോൾ n21 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. അപ്പോൾ ഞാൻ പൊതുവെ n2/n1 എന്നാണ് എഴുതുന്നത്. അപ്പോൾ n2/n1 നമുക്ക് v1/v2 എന്ന് പറയാം, കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ വെലോസിറ്റി കുറയുന്ന പറയുന്നത്. അതാണ് n2/n1 ഈക്വൽ ടു v1/v2 ആവാൻ കാരണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെലോസിറ്റി കുറയുന്ന പറയുമ്പോൾ നോർമലി നമുക്കറിയാം ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞാൽ ലാംഡ വേവ് ലെങ്ത്തും കുറയണം, എങ്കിലേ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആവുള്ളൂ. സോ v1/v2 ഈക്വൽ ടു λ1/λ2. അപ്പോൾ സ്നെൽസ് ലോന്റെ കംപ്ലീറ്റ് ഇക്വേഷൻ ഇങ്ങനെയാണ്, sin i by sin r is equal to n2/n1 equal to v1/v2 equal to λ1/λ2. അപ്പോൾ ഈ ഇക്വേഷനിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്യും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാൽ വെലോസിറ്റി കുറയും, വെലോസിറ്റി കുറഞ്ഞാൽ വേവ് ലെങ്ത്തും കുറയും. Refractive index. Refractive index is a term used to describe the refraction capacity of a medium or compared to vacuum. വാക്യൂത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റ് എത്രമാത്രം ബെൻഡിങ് ആ മീഡിയം കൊടുക്കുന്നു അതിന്, അല്ലെങ്കിൽ ലൈറ്റിന് എത്രമാത്രം വെലോസിറ്റി കുറയ്ക്കുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ റിഫ്രാക്ഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ n is equal to velocity of light in vacuum by velocity of light in medium. c/v. c means 3 × 10⁸. അപ്പോൾ റിഫ്രാക്റ്റ് ഇൻഡെക്സ് 2 ആണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ v എന്ന് പറയുന്നത് 1.5 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, അതായത് വെലോസിറ്റി ഓഫ് വാക്യൂത്തിന്റെ പകുതി ആവണം. അപ്പോൾ റിഫ്രാക്റ്റ് ഇൻഡെക്സ് കൂടുക എന്ന് പറയുമ്പോൾ വെലോസിറ്റി കുറയാന്നർത്ഥം. അപ്പോൾ റിഫ്രാക്റ്റ് ഇൻഡെക്സ് 2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആ മീഡിയത്തിൽ ലൈറ്റിന്റെ വെലോസിറ്റി വാക്യൂത്തിനേക്കാളും പകുതിയാണെന്ന് അർത്ഥം. അപ്പോൾ സിംപ്ലി നമുക്ക് ഇനി പറയാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസസ് വെലോസിറ്റി ഡിക്രീസസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാകണം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിട്ടാണ് ഇത് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്, മാസ് ഡെൻസിറ്റി ആയിട്ടല്ല ബന്ധപ്പെട്ടിരിക്കുന്നത്, മനസ്സിലാക്കണം. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫോർ എ ഗീവൺ മീഡിയം ആൻഡ് ഫോർ എ ഗീവൺ കളർ ഡിപ്പെൻഡ്സ് ഓൺ ദ വെലോസിറ്റി ആൻഡ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, but it's independent of the frequency and angle of incidence. As color of the light changes, refractive index also changes. നമ്മൾ ഓൾറെഡി സ്നെൽസ് ലോയിൽ പറഞ്ഞൊരു കാര്യമാണത്. sin i by sin r is equal to n2/n1 v1/v2 λ1/λ2. അപ്പോൾ വെലോസിറ്റി മാറുന്നുണ്ട്, വേവ് ലെങ്ത് മാറുന്നുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നതനുസരിച്ച്. പക്ഷേ ഫ്രീക്വൻസി നെവർ ചേഞ്ചസ്. അത് മനസ്സിലാക്കണം, കാരണം ഫ്രീക്വൻസി എന്ന് പറയുന്നത് വേവിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടിയാണ്. Application of refraction. First, what twinkling of stars. Stars തിളങ്ങുന്നത് refraction കൊണ്ടാണ്. Due to refraction effect to various atmospheric layers, we are only seeing the apparent position of the star, and it is also continuous changing due to the moving clouds and other atmospheric currents. Thus, the star appears twinkling. അപ്പോൾ twinkling of stars എന്ന് പറയുന്നത് refraction കൊണ്ടാണ്. And second application, refraction through a rectangular glass slab. ഇത് ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് ആണ്. അപ്പോൾ ഗ്ലാസ് എയർ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. I1 എന്ന് പറയുന്നത് ഇൻസിഡന്റ് ആംഗിൾ ആണ്, സ്ലാബിൽ തട്ടുമ്പോൾ. R1 എന്ന് പറയുന്നത് ഫസ്റ്റ് സർഫസിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന ആംഗിൾ ആണ്. I2 എന്ന് പറയുന്നത് ഗ്ലാസ് എയറിലേക്ക് വരുമ്പോൾ ഉള്ള ഇൻസിഡന്റ് ആംഗിൾ ആണ്. R2 എന്ന് പറയുന്നത് എമർജന്റ് ആംഗിൾ ആണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നതും എമർജന്റ് റേ എന്ന് പറയുന്നതും പാരലൽ ആയിരിക്കണം. കാരണം അത് തെളിയിക്കാൻ വേണ്ടി ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അവിടെ ഒരു ലാറ്ററൽ ഷിഫ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഐന്ന് നോർമലിലേക്ക്
R1 എന്ന് പറയുമ്പോൾ നോർമലിലേക്ക് അടുത്ത് വന്നു. R2 എന്ന് പറയുമ്പോൾ നോർമലിന് എവേ പോകാൻ കാരണം അത് ഡെൻസർ എന്ന് റയറിലേക്ക് വരികയാണ്. ഫസ്റ്റ് കേസിൽ R1 വന്നപ്പോൾ നോർമലിലേക്ക് അടുത്ത് വന്നു. ആ കേസിൽ പറയുമ്പോൾ എയർ ടു ഗ്ലാസ് ആണ്. അപ്പൊ എയർ ടു ഗ്ലാസ് ആകുമ്പോൾ റയർ ടു ഡെൻസർ ആണ്. പക്ഷെ സെക്കൻഡ് കേസിലാകുമ്പോൾ ഡെൻസർ ടു റയർ ആണ്. അതാണ് എവേ ഫ്രം ദ നോർമൽ. പക്ഷെ വരച്ച് കഴിയുമ്പോൾ ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും പാരലായിട്ട് വരണം. ആ ഗ്ലാസിന്റെ തിക്നെസ് അനുസരിച്ച് ആ ലാറ്ററൽ ഷിഫ്റ്റ് കൂടുകയും കുറയും ചെയ്യും. So for a rectangular glass slab, refraction takes place at two interfaces, air glass and glass air. From the figure, it is clear R1 equal to I2. R1 എന്ന് പറയുന്നതും I2 പറയുന്നതും opposite angle ആണ്, so they are equal. By Snell's law, for first refraction, sin I1 by sin R2 is equal to N21. അപ്പോൾ സൈൻ ഓഫ് ആംഗിൾ ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് സെക്കൻഡ് മീഡിയം ഈക്വൽ ടു സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് എഴുതേണ്ടത്. അതിന് NG by NA എഴുതാൻ കാരണം NG എന്ന് പറഞ്ഞാൽ റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്, NA എന്ന് പറഞ്ഞാൽ റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് എയർ. അതാണ് സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ഫസ്റ്റ്. അപ്പോൾ സെക്കൻഡ് മീഡിയം ആദ്യം എഴുതണം. അതുകൊണ്ട് NG ആദ്യം എഴുതാൻ കാരണം. ഇനി ഫോർ സെക്കൻഡ് റിഫ്രാക്ഷൻ സൈൻ I2 by sin R2 is equal to N12, that is equal to NA by NG. കാരണം സെക്കൻഡ് കേസിലാവുമ്പോൾ എയർ ആണ് സെക്കൻഡ് മീഡിയം, ഗ്ലാസ് ആണ് ഫസ്റ്റ് മീഡിയം, അതുകൊണ്ടാണ് NA. അപ്പൊ ഇതിൽ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, I1 R1 എഴുതാൻ കാരണം ഫസ്റ്റ് കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I1 ആണ്, R1 ആണ് റിഫ്രാക്ഷൻ. സെക്കൻഡ് കേസിൽ I2 ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, R2 ആണ് ആംഗിൾ ഓഫ് എമർജൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് കേസിലാകുമ്പോൾ സെക്കൻഡ് മീഡിയം ഗ്ലാസ് ആണ്, സെക്കൻഡ് കേസിലാകുമ്പോൾ എയർ ആണ് സെക്കൻഡ് മീഡിയം, അതാണ് എയർ മുന്നേ വന്നത്. or sin R2 by I2 is equal to N21 NG by. അപ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം കിട്ടി. അപ്പോൾ ഇക്വേഷൻ 1 നമുക്ക് 2ഉം കിട്ടി. ആ ഇക്വേഷൻ 1ഉം 2ഉം നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ NA by NG നമ്മൾ NG by NA ആക്കിയപ്പോൾ sin R2 by sin I2 ആക്കി, ജസ്റ്റ് റിവേഴ്സ് ആക്കി. അപ്പോൾ അതിന്റെ RHS സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, LHS ഈക്വൽ ആക്കി എഴുതാം. സോ sin I1 by sin R2 is equal to N21, that is NG by NA, and or sin R2 by I2 is equal to N21, that is NG by N2. that is already നമ്മൾ ഇക്വേഷൻ പറഞ്ഞാണ്. ഇനി നമ്മൾ കമ്പയർ ചെയ്യാണ് ഇക്വേഷൻ 1 and 2. അതിന്റെ RHS ഈക്വൽ ആയതുകൊണ്ട് sin I1 by sin R1 is equal to sin R2 by sin I2. So simply we can write R1 is equal to I2 since sin I1 is equal to sin R2 or I1 equal to R2. ഇതിൽ നമ്മൾ ഓൾറെഡി നമ്മളൊരു കാര്യം ഫിഗർ നോക്കി പറഞ്ഞാണ്, R1ഉം I2 ഈക്വൽ ആണ്. സോ R1ഉം I2 ഈക്വൽ ആയതുകൊണ്ട് sin R1ഉം sin I2 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ റിമൈനിങ് വരുന്നത് sin I1 is equal to sin R2 ആണ്. സോ സൈൻ ക്യാൻസൽ ചെയ്ത് നമുക്ക് കിട്ടും I1 equal to R2. സോ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസ് ഈക്വൽ ആണ് തെളിയിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് ഇങ്ങനെ ഡിറൈവ് ചെയ്യണം. അല്ലെങ്കിൽ അവർ ചോദിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് എമർജൻസ് ഈക്വൽ ആണ് തെളിയിക്കുന്നതിന് പകരം ദ ഇൻസിഡന്റ് റേ എമർജന്റ് റേ ആർ പാരലൽ, there is only a lateral shift എന്ന് ചോദിക്കാറുണ്ട്. So that is the emergent ray is parallel to the incident ray. There is no deviation, but the ray suffers a lateral shift or displacement. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. കാരണം രണ്ടിലെയും പാരലൽ ആണ്, പാരലൽ ആയതുകൊണ്ട് ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. പക്ഷെ അവിടെ എന്ത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ, ഒരു ലാറ്ററൽ ഷിഫ്റ്റ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ തിക്നെസ് ഓഫ് ഗ്ലാസ് സ്ലാബ്. ആ ഗ്ലാസ് സ്ലാബിനനുസരിച്ച് ആ ഡീവിയേഷൻ കൂടാം അല്ലെങ്കിൽ കുറയാം. Third application, actual depth and apparent depth of object. For example, ഇത് നമുക്ക് വളരെ എക്സ്പീരിയൻസ് എക്സാമ്പിൾ ആണ്. When object is denser medium, water or glass is viewed from a rarer medium, it seems to be rise towards the surface of separation. For example, ഒരു വാട്ടർ ടാങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അറിയാം, വാട്ടർ ടാങ്കിന് മുകളിൽ നോക്കുമ്പോൾ അറിയാം, വാട്ടർ ടാങ്കിന് ആക്ച്വൽ ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം മീനും ഒക്കെ കുറച്ച് പൊന്തി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. അതാണ് അപ്പാരന്റ് ഡെപ്ത്. അപ്പോൾ ഈ ഒരു കാരണം റിഫ്രാക്ഷൻ കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ആ ഓന്ന ഒബ്ജക്റ്റ് ആണ് ആക്ച്വലി ഒബ്ജക്റ്റ്. പക്ഷേ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ലൈറ്റ് റേസ്, ഒബ്ജക്റ്റിന് വരുന്ന ലൈറ്റ്, ദാറ്റ് മീൻസ് ഇത് ഡെൻസർ ആണ്, ഇത് റയർ ആണ്. അപ്പോൾ ഡെൻസർ റയറിലേക്ക് വരുമ്പോൾ നോർമൽ എവേ ആണ്. അപ്പോൾ ഈ ലൈറ്റ് വന്നിട്ട് എന്ത് ചെയ്യും, എവേ. അപ്പോൾ ഇങ്ങനെയാണ് ബെൻഡിങ്, നോർമൽ നിന്നാണ് അകന്നു പോകും. അപ്പോൾ അകന്നു പോകുന്ന കേസിൽ ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് ഈ റേസ് ഇവിടെ നിന്ന് വരുന്ന പോലെ തോന്നും. അപ്പോൾ ആക്ച്വലി ഒബ്ജക്റ്റ് ഇവിടെയാണ് ഉള്ളെങ്കിൽ കൂടി ഒബ്ജക്റ്റ് ഇവിടെ ഉള്ളതുപോലെ തോന്നും. അതാണ് ഇപ്പോൾ റിയൽ ഡെപ്ത് ഇതാണ്, പക്ഷെ ആൾക്ക് തോന്നുന്ന ഡെപ്ത് എന്താണ്, അപ്പാരന്റ് ഡെപ്ത് ആണ്. അപ്പോൾ ഇതിന്റെ ഡെറിവേഷൻ നമുക്ക് നോക്കാം. By Snell's law, sin I by sin R is equal to NA by NW. പ്രത്യേകം ശ്രദ്ധിക്കണം, I എന്ന് പറയുന്നത് ആംഗിൾ വാട്ടറിലാണുള്ളത്, അതുകൊണ്ടാണ് എയർ മുകളിൽ എഴുതിയത്. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, രണ്ടും തിരിഞ്ഞാ വരിക. ഏത് I എന്ന് പറയുന്നത് വാട്ടറിലല്ല, അപ്പോൾ വാട്ടർ താഴെ വന്നു, R എന്ന് പറയുന്നത് മുകളിലാണ്, എയറിലാണ്. അപ്പോൾ അത് മുകളിൽ വന്നു. അപ്പോൾ ശരിക്കും ക്രോസ് ആയിട്ട് വരുന്നത്, സെയിം ആയിട്ട് വരില്ല, അത് മനസ്സിലാക്കാം. കാരണം ഇവിടെ നമ്മൾ താഴെ നിന്നാണ് ഒബ്ജക്റ്റിന്റെ റേ ഡയഗ്രാം വരച്ചു വരുന്നത്. അപ്പോൾ Snell's law sin I by sin R is equal to NA by NW. NA എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആണ്, NW എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ആണ്. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൊതുവെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാക്യൂം എന്ന് പറയുമ്പോൾ നമ്മൾ 1 ആക്കി എടുക്കുന്ന പോലെ എയറിന് 1 ആക്കി എടുക്കുക. കാരണം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആയതുകൊണ്ട് പൊതുവെ എയറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രോബ്ലത്തിൽ വരുമ്പോൾ നമ്മൾ 1 ആക്കി എടുക്കാറ്. ഫ്രം ട്രയാങ്കിൾ
എ ഒ ബി സൈൻ ഐ ഈക്വൽ ടു എ ബി ബൈ ഒ ബി. അതായത് എ ഒ ബി എന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിൾ നമുക്ക് നോക്കിയറിയാം എ ഒ ബി നോക്കി അറിയാം സൈൻ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ്, ദെൻ അതിന്റെ ഹൈപ്പോട്ടനസ് പറയുന്നത് ഒ ബി ആണ്. സോ സൈൻ ഐ ഈക്വൽ ടു എ ബി ബൈ ഒ ബി. ആൻഡ് ഫ്രം ട്രയാങ്കിൾ എ ഒ ഡാഷ് ബി ദാറ്റ് ഇസ് സൈൻ ആർ ഇസ് ഈക്വൽ ടു എ ബി ബൈ ഒ ഡാഷ് ബി. അതായത് നമ്മൾ ഇപ്പോൾ എടുക്കുന്ന റിയൽ ഇമേജ് അല്ല, ഫസ്റ്റ് എടുത്ത് റിയൽ ഇമേജ് ആണ്, സെക്കൻഡ് എടുത്ത് നമ്മൾ വെർച്വൽ ആണ്. ദാറ്റ് ഇസ് ഫസ്റ്റ് കേസിൽ നമ്മൾ എടുത്തത് ഒ എന്നാണ്, ദാറ്റ് ഇസ് നമ്മുടെ റിയൽ ഡെപ്ത് ആണ്. ഒ ഡാഷ് എന്ന് പറഞ്ഞാൽ അപ്പാരന്റ് ഡെപ്ത് ആണ്. അപ്പോൾ അപ്പാരന്റ് ഡെപ്ത് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം സൈൻ ആർ ഇസ് ഈക്വൽ ടു എ ബി ബൈ ഒ ഡാഷ് ബി. ഇനി ഇതിൽ നമ്മൾ ഇത് ജസ്റ്റ് അപ്രോക്സിമേഷൻ നടത്തും. ഇക്വേഷൻ 1 ബിക്കം സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എ ബി ബൈ ഒ ബി ബൈ എ ബി ബൈ ഒ ഡാഷ് ബി. കാരണം സ്നെൽസ് ലോ സൈൻ ഐ ബൈ സൈൻ ആർ ആണ്. സൈൻ ഐയും സൈൻ ആറും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എ ബിയും ക്യാൻസൽ ആയി. സോ ഒ ഡാഷ് ബി ബൈ ഒ ബി ആവും. അതിൽ 1 ബൈ എൻ ഡബ്ല്യു ആവാൻ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1 ആക്കി എടുത്തു. അപ്പോൾ നമുക്ക് ഇതിനെ പറയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഒ ബി ബൈ ഒ ഡാഷ് ബി. Since I and R are very small, OB is approximately equal to OA, that is real depth, and O dash B is approximately equal to OA, that is apparent depth. ഇതിൽ ഐയും ആറും വളരെ ചെറുതാണെങ്കിൽ, ദാറ്റ് ഇസ് ഐ ആൻഡ് ആർ വളരെ ചെറുതാണെങ്കിൽ ഈ ബി എന്ന പോയിന്റ് ശരിക്കും എയിലേക്ക് ടെൻസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒ ഡാഷ് ബി എന്ന് പറയുന്നത് ഒ ഡാഷ് എ ആണ്, ഒ ബി എന്ന് പറയുന്നത് ഒ എ ആണ്. ദാറ്റ് ഇസ് ഒ എ എന്ന് പറയുന്നത് റിയൽ ഡെപ്ത് ആണ്, ഒ ഡാഷ് എ എന്ന് പറയുന്നത് അപ്പാരന്റ് ഡെപ്ത് ആണ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. Therefore the refractive index of the medium, that is NW is equal to real depth by apparent depth. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ആ അപ്പാരന്റ് ഡെപ്തിൽ മാറ്റം ശരിക്കും ഫീൽ ചെയ്യും. കാരണം റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് ആക്ച്വൽ ഡെപ്ത് ആണ്. അപ്പോൾ അപ്പാരന്റ് ഡെപ്ത് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുക എന്ന് പറയുമ്പോൾ അപ്പാരന്റ് ഡെപ്ത് കുറയണം. അപ്പാരന്റ് ഡെപ്ത് കുറയുക എന്ന് പറഞ്ഞാൽ അത് കുറേ കൂടി പൊങ്ങി നിൽക്കും. ഫോർ എക്സാമ്പിൾ അതൊരു ഉപ്പ് വെള്ളമാണെങ്കിൽ കുറച്ചുകൂടി പൊങ്ങും, ഇനി അതല്ല വേറെ എന്തെങ്കിലും ഓയിൽ ആണെങ്കിൽ കുറച്ചുകൂടി പൊങ്ങും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും തോറും അപ്പാരന്റ് ഡെപ്ത് കുറയുമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതേ കുറേ കൂടി റൈസ് ചെയ്ത് നിൽക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ പ്രോബ്ലംസ് പൊതുവെ വരാറുണ്ട്. അപ്പോൾ എൻ ഡബ്ല്യു എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ആണ്. ഇനി അവിടെ എന്ത് മീഡിയം ആണോ അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ഡബ്ല്യു. This is the reason why figures fixed at a bottom of paperweights seems to be inside its swimming pool appears to be shallower, and fish in water appears to be nearer the surface of water. A stick in water appears to be bent, and bottom of a tank containing water appears to be concave, and sky birds observed from below the surface of water appears to be at larger distance, etc. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം റിഫ്രാക്ഷൻ എന്ന ഫിനോമിനാണ് ഇതിലൊക്കെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ചോദിച്ചിട്ട് റിഫ്രാക്ഷൻ, കാരണം അണ്ടർ വാട്ടർ പോയിട്ട് ബേർഡ്സുകളെയോ ആകാശം നോക്കിയാൽ ദൂരത്തേക്കുള്ള പോലെ തോന്നും. നേരെ മറിച്ച് എയർന്ന് താഴെ മീനുകളെ നോക്കിക്കഴിഞ്ഞാൽ അത് പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ പേപ്പർ വെയ്റ്റ്സിൽ ശരിക്കും ആ പിക്ചേഴ്സ് അതിന് ബോട്ടത്തിലാണ് വരച്ചിരിക്കുന്നത്, പക്ഷെ നമുക്ക് അത് ഉള്ളിലുള്ള പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതിന് അത്രയും റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഉള്ളതുകൊണ്ട് പൊങ്ങി നിൽക്കുകയാണ്. അതേപോലെ ഗ്ലാസ്സിലെ ഒരു ഒബ്ജക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പെൻസിൽ ഇട്ട് നമ്മൾ ബെൻഡ് ചെയ്യുന്നത് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെ റിഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് എടുത്തെടുത്ത് പറയാനും കൂടി നമുക്ക് നോർമലി ഫോർ ടൈം ബീങ് ഓടിച്ചു പോകണം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ട് ബേസ്ഡ് ഓൺ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഫിനോമിന റിഫ്രാക്ഷൻ. And fourth one, early sunrise and delay sunset. The sun is visible at little before the actual sunrise and until a little after the actual sunset due to the refraction of light through the atmosphere. The refraction index of air with respect to vacuum is 1.00029. So the light ray from sun has to travel from a rarer medium to denser medium, and they bend towards the normal at about 0.5 degree. Thus the sun becomes visible to us before the actual sunrise by 2 minutes, and even visible to us after the sunset also by 2 minutes. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ സൂര്യനെ കാണാൻ കഴിയും. കാരണം ലൈറ്റ് സ്ട്രെയിറ്റ് വരികയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ സമയത്തെ കാണാൻ കഴിയില്ല. പക്ഷേ വാക്വത്തിന് എയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി പറഞ്ഞു എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 1.00029 ആണ്, കുറച്ച് എന്താണ് കൂടുതലാണ്. അപ്പോൾ ആ കാരണം ലൈറ്റ് ബെൻഡ് ചെയ്യിക്കും. അപ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ സൂര്യനെ കാണാൻ കഴിയും. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് എന്ത് ചെയ്യാം, സൂര്യനെ കാണാൻ കഴിയും. ദിസ് ഇസ് എ ഫിനോമിന ബേസ്ഡ് ഓൺ റിഫ്രാക്ഷൻ. The apparent flattering oval shape of the sun at sunrise and on sunset is also due to the same phenomena. അതായത് നമുക്ക് തോന്നാം സൂര്യ അസ്തമയ സമയത്ത് സൂര്യോദയ സമയം ഒരുപാട് ദൂരം സഞ്ചരിക്കും, പക്ഷെ ആ സമയത്ത് സണ്ണ് വലുതാക്കി നമുക്ക് തോന്നും. ഇതും എന്താണ് റിഫ്രാക്ഷൻ എന്ന ഫിനോമിന ബേസിക് ആണ്. ലെൻസസ്. അപ്പോൾ റിഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ കഴിഞ്ഞു. നമുക്ക് റിഫ്രാക്ഷൻ കാരണം ബേസിക് പഠിക്കാൻ കാരണം ലെൻസ് എന്ന ട്രാൻസ്പാരന്റ് മീഡിയത്തിലുള്ള ലൈറ്റ് പോകുമ്പോൾ നമുക്ക് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഇക്വേഷൻ ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് റിഫ്രാക്ഷൻ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ ലെൻസിലേക്കാണ് പോകുന്നത്. So a lens is a transparent medium
bounded by two spherical surface. There are different types lenses. അപ്പോൾ spherical mirrors പറഞ്ഞാൽ spherical lenses ആണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. So if you have different types of lens, convex, concave, plano convex, plano concave, concave convex and convex concave. അപ്പോൾ ഇതൊക്കെ എന്തിനാ പറയുക, നമുക്ക് നോർമലി കോൺവെക്സും കോൺകേവ് മാത്രമേ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ചില എൻട്രൻസ് ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ ഇതുപോലത്തെ ഇക്വേഷൻസ് നമുക്ക് ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. പക്ഷേ മോസ്റ്റ്ലി വി ആർ ഫോക്കസിങ് അബൌട്ട് കോൺവെക്സ് ആൻഡ് കോൺകേവ്. ഒപ്റ്റിക് സെന്റർ, ഒപ്റ്റിക് സെന്റർ ഇപ്പോൾ നമ്മൾ ഓൾറെഡി മിററിൽ പറഞ്ഞതുപോലെ ഇവിടെയും ടെർമിനോളജീസ് ഉണ്ട്. അവിടെ പോൾ എന്ന് പറഞ്ഞതിന് പകരമാണ് ഇവിടെ ഒപ്റ്റിക് സെന്റർ വരുന്നത്. ദ ജോമെട്രിക് സെന്റർ ഓഫ് എ ലെൻസ്, a ray of light passing through an optic center suffers no refraction, goes without any deviation. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്നെൽസ് ലോ ഫെയിൽ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. കാരണം നോർമൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്, നോർമൽ റിഫ്രാക്ഷൻ സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 0 ആണ്. അപ്പോൾ അവിടെ സ്നെൽസ് ലോ ഫെയിൽ ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒപ്റ്റിക് സെന്ററിലൂടെ പോകുമ്പോൾ there is no deviation for the light. And center of curvature, C. Center of curvature of a lens are the centers of the spheres of which the lens forms a part. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സ്പിയറിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് ആ സ്പിയറിന്റെ സെന്റർ എന്ന് പറയുന്നതാണ് സെന്റർ ഓഫ് കർവേച്ചർ. ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ of a lens are the radius of the spheres of which the lens forms a part. ആൻഡ് പ്രിൻസിപ്പൽ ആക്സിസ്, അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യം, മിററിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി പ്രിൻസിപ്പൽ ആക്സിസ്, ഇറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ two centers of curvature and the optic center of the lens. കാരണം മിറർ ആകുമ്പോൾ ഒരു സ്പിയർ ആണ്, ലെൻസ് ആകുമ്പോൾ രണ്ട് സ്പിയേഴ്സ് വരും. അത് നമ്മൾ വരച്ച് കാണിച്ചു തരാം. ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്, a narrow beam of light coming parallel and close to the principal axis after refraction converges to a single point on the principal axis in the case of convex lens, or appears to be diverges from a fixed point in case of a concave lens. This fixed point is called principal focus. അപ്പോൾ കോൺവെക്സും കോൺകേവ് മിറർ പറയുന്നത് കോൺകേവ് ലെൻസിനും കോൺവെക്സ് ലെൻസിനും ഇതേ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കാരണം പ്രിൻസിപ്പൽ ഫോക്കസ് രണ്ടിലും മാറും. കാരണം ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി ലാസ്റ്റ് വൺ, ഫോക്കൽ ലെങ്ത്. It is the distance between the principal focus and the optic center of a lens is known as focal length. ഇനി നമുക്ക് ജസ്റ്റ് അത് നോക്കാം. ഇതാണ് രണ്ട് സ്പിയേഴ്സിന്റെ പോർഷൻ ആയിട്ട് കോൺവെക്സ് വന്നിരിക്കുന്നത്, അതായത് കോൺകേവ്. രണ്ട് സ്പിയേഴ്സിന്റെ, അപ്പോൾ രണ്ട് സ്പിയർ, അപ്പോൾ അതിന്റെ ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ O ആണ്. രണ്ട് സ്പിയർ ആകുമ്പോൾ R1 R2 ഉണ്ടാവും. ഇത് കോൺവെക്സ് ലെൻസിന്റെ റൈറ്റിലാണ് R1 വരുന്നത്, കോൺവെക്സ് ലെൻസിന്റെ ലെഫ്റ്റിലാണ് R2 വരുന്നത്. അതേപോലെ തന്നെ കോൺകേവ് ലെൻസിന്റെ ലെഫ്റ്റിലാണ് R1 വരുന്നത്, കോൺകേവ് ലെൻസിന്റെ റൈറ്റിലാണ് R2 വരുന്നത്. കാരണം ന്യൂ കാർട്ടീഷ്യൻ സൈൻ ലോ ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം സൈൻ ലോ എവിടെ R1 R2 വരുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം പ്രോബ്ലം ചെയ്യുമ്പോൾ. കോൺവെക്സിന്റെ കേസിൽ ലെഫ്റ്റിലാണ് R2, റൈറ്റിലാണ് R1. കോൺകേവിന്റെ കേസിൽ R1 ലെഫ്റ്റിലും R2 റൈറ്റിലുമാണ്. ഇനി അതിന്റെ ഫോക്കൽ ലെങ്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് കൺവേർജിങ് ലെൻസ് ആണ്. നമ്മൾ മിറർ എടുത്ത് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞത്. ഇവിടെ കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ കൺവേർജിങ് ആണ്, കോൺകേവ് ലെൻസ് ആകുമ്പോൾ ഡൈവേർജിങ് ആണ്. അപ്പോൾ ഡൈവേർജിങ് ആകുമ്പോൾ കോൺകേവിന്റെ കേസിൽ അതിന് വെർച്വൽ ഫോക്കസ് ആണ് ഉണ്ടാവുക, കോൺവെക്സിന്റെ കേസിൽ റിയൽ ഫോക്കസ് ആണ്. കാരണം കോൺവെക്സിന്റെ കേസ് നമുക്ക് ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും, കോൺകേവിന്റെ കേസിൽ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. സോ കോൺവെക്സ് ഇസ് എ കൺവേർജിങ് ലെൻസ് ആൻഡ് കോൺകേവ് ഇസ് എ ഡൈവേർജിങ് lens, and focal length of a concave is virtual and convex is real. Position characteristics of image formed by spherical lenses. പൊതുവേ ഇമേജ് ഫോർമേഷൻ ഒക്കെ ശരിക്കും വരയ്ക്കാൻ പഠിക്കേണ്ടതാണ്, നമുക്ക് ലാബിലൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇപ്രാവശ്യം ലാബൊക്കെ വളരെ ചുരുക്കിയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ലെൻസസ് ഒക്കെ വരാനുള്ള ചാൻസസ് കുറവാണെങ്കിൽ കൂടി എളുപ്പമുള്ള എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇത് ഉൾപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടോപ്പിക്സ് നമ്മൾ ഉൾപ്പെടുത്താൻ കാരണം. The ray coming parallel to the principal axis after refraction goes through the principal focus. കാരണം നമുക്കറിയാം രണ്ട് റേ മിനിമം അറിയണം, എന്നാലും നമുക്ക് റേ ഡയഗ്രാം വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ പറയുന്ന ഇതാണ്, പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആണെങ്കിൽ അത് എഫിലൂടെ പോകും. സെക്കൻഡ് വൺ, a ray passing through the focus after refraction goes parallel to the principal axis. ഫസ്റ്റിന് പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ മിറർ പറഞ്ഞ അതേ കേസ്. And third one, a ray passing through the optic center goes without any deviation. optic centerോട് പോകുന്നതിന് ഒരു ഡീവിയേഷൻ സംഭവിക്കാതെ അങ്ങനെ തന്നെ പോവത്. അപ്പോൾ ഇതാണ് റേ ഡയഗ്രാം വരയ്ക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിൽ, അപ്പോൾ എവിടെ ഒബ്ജക്റ്റ് വെച്ച് എവിടെ ഇമേജ് കിട്ടുന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ വെർച്വൽ സൈഡ് എന്ന് പറയാൻ കാരണം സെയിം സൈഡിലാണ് എന്ത് ചെയ്യുക, നമുക്ക് ഇമേജ് കിട്ടില്ല. റിയൽ സൈഡ് എന്ന് പറയാൻ കാരണം റൈറ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇമേജ് എന്ത് ചെയ്യുള്ളൂ കിട്ടുള്ളൂ. അപ്പോൾ ഒബ്ജക്ട് സൈസും ഇമേജ് സൈസും സ്ക്രീനിൽ ശരിക്കും നോക്കണം. അപ്പോൾ ബിയോണ്ട് എഫ് എന്ന് അങ്ങനെ വരുമ്പോൾ ഇമേജ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഫിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ, അത് ഇൻഫിനിറ്റിയിലാവും. പിന്നെ എഫും ഒപ്റ്റിക് സെന്ററിന് ഇടയിലാണെങ്കിൽ അതിന്റെ വെർച്വൽ ഇമേജാണ് വരിക. അപ്പോൾ കോൺവെക്സ് ലെൻസിന് വെർച്വലും റിയൽ ഇമേജ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബിയോണ്ട് എഫ് എന്ന് വരുമ്പോൾ ബിറ്റ്വീൻ എഫ് ആൻഡ് ടു എഫ് ആവും. ബിറ്റ്വീൻ ടു എഫ് ആൻഡ് എഫ് ആവും, ബിയോണ്ട് എഫ് ആവും ഇവിടെ. ഇനി എഫിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആവും. പിന്നെ എഫും ഓയും ആണ്, ഒപ്റ്റിക് സെന്റർ ആണെങ്കിൽ വെർച്വൽ ഇമേജ് ആവും.
അപ്പോൾ ഈ കോൺവെക്സിന്റെ കേസിൽ റിയൽ ഇമേജും പോസിബിൾ ആണ്, വെർച്വൽ ഇമേജും പോസിബിൾ ആണ്. റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ മിനിമം 2 റേ എങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു റേ ഡയഗ്രാംസ് ഡിഫറെന്റ് പൊസിഷനിൽ ശരിക്കും എന്താണ് മനസ്സിലാക്കി വെക്കുക, ഒബ്ജക്ട് സൈസ്, ഇമേജ് സൈസ്, ശരിക്കും ഇമേജ് നമുക്ക് സ്ക്രീനിൽ കാണുന്നു, ഒരേ സമയം പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ആ വിഷ്വലൈസേഷനിൽ. അപ്പോൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. വെർച്വൽ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല, റിയൽ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും. സിമിലർ ഇൻ കോൺകേവിന്റെ കേസ്, കോൺകേവിൽ എപ്പോഴും വെർച്വൽ ഇമേജ് ഫോം ചെയ്യില്ല, റിയൽ ഇമേജ് ഫോം ചെയ്യേയില്ല. കാരണം ഇമേജ് സീൻ എന്ന് പറയുന്നത്, പക്ഷേ ഇമേജ് ഒരിക്കലും സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാൻ കഴിയില്ല. കാരണം വെർച്വൽ ആണ്, വെർച്വൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും റിയൽ സൈഡിലേക്ക് എന്ത് ചെയ്യില്ല, ഇമേജ് വരികയില്ല. അപ്പോൾ ഒബ്ജക്ട് സൈസും ഇമേജ് സൈസാണ് കാണിക്കുന്നത്. ഇമേജ് സൈസ് എപ്പോഴും ചെറുതാണ് അവിടെ, അതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റവിടെ അങ്ങനെയല്ല, വലുതുകൊണ്ട് ചെറുതുകൊണ്ട്. പക്ഷേ ഇവിടെ ഇമേജ് സൈസ് എപ്പോഴും എന്താണ്, ചെറുതാണ് വരുന്നത്. എവിടെ വെച്ചാലും എന്താണ്, വെർച്വൽ സൈഡ്, ദാറ്റ് ഈസ് ബിഹൈൻഡ് ദ ലെൻസ് ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് വെർച്വൽ ഇമേജ് ആണ് ഓൾവേസ് കോൺകേവ് ഫോം ചെയ്യുന്നത്. കോൺകേവ് എന്ന് പറയുന്നത് ഡൈവേർജന്റ് ലെൻസ് ആയതുകൊണ്ട് അതിലെപ്പോഴും ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത് വെർച്വൽ ആയിരിക്കും. അപ്പോൾ ഇമേജ് സീൻ മീൻസ് അനിമേഷൻ വെച്ചിരിക്കുന്ന ഇമേജ് എങ്ങനെയാണ് ഉണ്ടാവുക, അപ്പോൾ എപ്പോഴും ഇമേജ് എന്തായിരിക്കും, ചെറുതായിരിക്കും. പക്ഷേ കോൺവെക്സിന്റെ കേസിൽ റിയൽ ഉണ്ടാവും, വെർച്വൽ ഉണ്ടാവും, സ്മോൾ ഇമേജും ബിഗ് സൈസ് ഒക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ ഇതാണ് പ്ലോട്ടിംഗ്. ഈ കംപ്ലീറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ വളരെ എളുപ്പമാണ്. മിററിന് പഠിച്ച് നേരെ വിപരീതം പഠിച്ചാൽ മതി. കാരണം അവിടെ കോൺവെക്സ് മിററിന് നിങ്ങൾ എന്താണോ പഠിച്ചത് ഇവിടെ കോൺകേവ് ലെൻസിന് വരും, അതിന് തിരിഞ്ഞു വരും, അത്രേ ഉള്ളൂ. അതേപോലെ അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ അറ്റ് എഫ് ഇമേജ്, അത് നേരെ തിരിച്ച് അറ്റ് എഫ് ആണ് അറ്റ് ഇൻഫിനിറ്റി വരും. ബിയോണ്ട് 2f ആണ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f വരും. അപ്പോൾ ബിറ്റ്വീൻ 2f ആൻഡ് എഫ് ആണ് ബിയോണ്ട് 2f വരും. അറ്റ് എഫ് 2f ആണ് അറ്റ് 2f. അപ്പോൾ ഇതാണ്. ദെൻ ഇവിടെ ആകുമ്പോൾ റിയലും ഉണ്ട്, വെർച്വലും ഉണ്ട്. വെർച്വൽ വരുന്ന ഇത്രയേ ഉള്ളൂ. ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് ആകുമ്പോൾ വെർച്വൽ വരിക. കോൺവെക്സിന്റെ കേസിൽ ബാക്കി എല്ലാ സമയത്തും എന്താണത്, റിയൽ ആണ്. ദെൻ ഇവിടെ എക്സ്ട്രീംലി ഡിമിഷൻ ഉണ്ട്, സെയിം സൈസ് ഉണ്ട്, എൻലാർജ് ഉണ്ട്. ബട്ട് ഈ കോൺകേവിന്റെ കേസിൽ എപ്പോഴും ഡിമിഷ് സൈസ് ആണ്, എറക്റ്റ് ആണ്. ഇവിടെ ഇൻവേർട്ടറിനും എറക്റ്റ് ഉണ്ട്, ഇവിടെ എപ്പോഴും എറക്റ്റ് ആവുക, വെർച്വൽ ആണ്. ഇമേജ് എന്ത് ചെയ്യില്ല, ഒരിക്കലും സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പതിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് കാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ആൻഡ് പൊസിഷൻ. അപ്പോൾ ഇത് എന്തിനാ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഇത് അറിയാമെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ആൻസർ ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പഠിക്കുന്നത് പറയാൻ കാരണം. സോ ഇത് ഈ ഫിഗർ ഒറ്റയടിക്ക് നമുക്ക് ഈ ഫിഗറിന് കോൺകേവിനെ കുറിച്ച് പറയാം. അപ്പോൾ റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റും ആൻഡ് ബ്ലൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇമേജും ആണ്. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് എവിടെ വെച്ചു, അപ്പോൾ ഇമേജ് എവിടെ ഫോം ചെയ്യും, അതാണ് അതിൻ്റെ. അപ്പോൾ ലെൻസിന്റെ അടുത്തേക്ക് വരുന്നതോറും ഇമേജിന്റെ സൈസ് മെല്ലെ മെല്ലെ കൂടി വരികയാണ്. അപ്പോൾ ഒറ്റ ഫിഗർ എന്ന് ഇതിന്റെ കംപ്ലീറ്റ് പിക്ചറൈസേഷൻ ആണ്. അതായത് ഒന്നാമത്തെ വര, റെഡ് വര ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഒബ്ജക്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഇമേജ്, അപ്പോൾ രണ്ടാമത്തെ വര ഇവിടെ രണ്ടാമത്തെ ഇമേജ്. അപ്പോൾ ഇതൊക്കെ ഒബ്ജക്ട്സ് ആണ്, ഇത് അതിന്റെ കറസ്പോണ്ടിങ് ഇമേജ് ആണ്. അപ്പോൾ ഇമേജ് എങ്ങനെ വെച്ചാലും ഇമേജ് സൈസ് എന്തായിരിക്കും, ചെറുതായിരിക്കും. അതേപോലെ കോൺവെക്സ് നോക്കണം, ഇതാണ് കുറച്ചും കൂടി നമുക്ക് പഠിക്കാൻ എളുപ്പം. കാരണം ഒബ്ജക്ട് 1 വെച്ചു, അപ്പോൾ ഒബ്ജക്ട് ബിയോണ്ട് 2f ആണ്. ബിയോണ്ട് 2f ആകുമ്പോൾ ബിറ്റ്വീൻ എഫ് ആൻഡ് 2f വരെ ചെറിയ സൈസാണ്. ഇനി ഇത് അടുത്തേക്ക് വരുന്തോറും എന്താ, വലുത് വരും. 2f ആകുമ്പോൾ സെയിം സൈസ്, ഇവിടെയാണ് 3ക്കും 3ക്കും ഒരേ സൈസാണ്. ഇനി 2fഉം എഫും വരുമ്പോൾ അത് ബിയോണ്ട് 2f ആവും, അപ്പോൾ വലിയ സൈസ് ആവും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 6, 7, 8 കണ്ടോ, 6, 7, 8. അപ്പോൾ 6 കാണാൻ കഴിയില്ല, കാരണം അത് ഇൻഫിനിറ്റി വരിക. എഫ് 7, 8 എഫിനും ഓക്കും അടിയിലാണ്. അപ്പോൾ എഫിനും ഓക്കും അടിയിൽ വെച്ചാൽ എഫ് ഇവിടെ വെച്ചപ്പോൾ ഇതിന് ഇമേജ് ഇവിടെ കിട്ടി, അതിന് ഇവിടെ വെച്ചപ്പോൾ ഇവിടെ ഇമേജ്. അപ്പോൾ ലെൻസിന്റെ അടുത്തേക്ക് വരുന്തോറും ഇമേജ് എന്താവും, സൈസ് ചെറുതാവും. പക്ഷെ എന്നാലും ഒബ്ജക്റ്റിനേക്കാൾ ഇമേജ് സൈസ് എന്തായിരിക്കും, വലുതായിരിക്കും. അപ്പോൾ ഈ രണ്ട് പിക്ചറൈസേഷൻ ഫുൾ കംപ്ലീറ്റ് റേ ഡയഗ്രാംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, മനസ്സിലാവണം. റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ 2 മിനിമം റേസ് എങ്കിലും അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് റേ ഡയഗ്രാംസ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരയ്ക്കാൻ പറ്റുള്ളൂ. അതേപോലെ സൈസ് ഓഫ് ദി ഇമേജ്, സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് അറിഞ്ഞാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ റേ ഡയഗ്രാം ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ. ആദ്യം ഒബ്ജക്റ്റ് വരയ്ക്കും, ഇമേജ് വരയ്ക്കും, അതിനനുസരിച്ച് നമ്മൾ റേ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാം. റിഫ്രാക്ഷൻ അറ്റ് എ സ്പെറിക്കൽ സർഫസ്, ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റിഫ്രാക്ഷനിലെ ഡെറിവേഷനിലേക്ക് പോകുന്നത്. ഇനിയുള്ള 2 ഡെറിവേഷൻസും എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം വളരെ കുറച്ച് ഡെറിവേഷൻസ് ആണ് ഫോക്കസ് ഏരിയയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഡെറിവേഷൻ മുതൽ നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡെറിവേഷൻ ആണ് റിഫ്രാക്ഷൻ ത്രൂ എ സ്പെറിക്കൽ സർഫസ്. കാരണം ലെൻസ് ആകുമ്പോൾ 2 സർഫസ് ഉണ്ട്. കാരണം എയർ, ഗ്ലാസ് ആൻഡ് ഗ്ലാസ് എയർ. അപ്പോൾ 2 റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സർഫസിൽ റിഫ്രാക്ഷൻ ആണ്. ദ ഫിഗർ ഷോസ് ദ ജോമെട്രി ഓഫ് എ ഫോർമേഷൻ ഓഫ് എ ഇമേജ് ഐ ഓഫ് an object on the principal axis of a spherical surface of radius of curvature r. The rays are incident from a medium of refractive index n1 to another of refractive index n2. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം O എന്ന ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഷെയ്ഡഡ് റീജിയൻ പറയാൻ കാരണം അതൊക്കെ ആ ലെൻസിന്റെ ഉള്ളിലാണ്. അപ്പോൾ അത് മുഴുവൻ ഗ്ലാസ് ആണ്. പൊതുവെ മനസ്സിലാക്കണം, n1 എയർ ആണെങ്കിൽ നമ്മൾ 1 ആക്കി എടുക്കുക, അത് ഓർമ്മ വേണം. അപ്പോൾ n2 എന്ന് പറയുന്നത് ആ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ O എന്ന ഒബ്ജക്റ്റ്, I എന്ന ഇമേജ്.
ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് നോർമൽ വരയ്ക്കുമ്പോൾ എപ്പോഴും സെന്റർ ഓഫ് കർവേച്ചറിൽ മീറ്റ് ചെയ്യണം. അപ്പോൾ ഈ റേ ഡയഗ്രാം ആദ്യം വരച്ച് പഠിക്കണം. അപ്പോൾ ഓ എന്ന ഒബ്ജക്റ്റ് വരച്ചു, ലൈറ്റ് വന്നു, ഇതാണ് നോർമൽ. കാരണം ഓൾറെഡി മിററിന്റെ കേസിൽ പറഞ്ഞാൽ നോർമൽ എപ്പോഴും മീറ്റ് ചെയ്യുന്ന സെന്റർ ഓഫ് കർവേച്ചറിലാണ്. അപ്പോൾ ഇത് റെയർ ആണ്, ഇത് ഡെൻസർ ആണ്. അപ്പോൾ ലൈറ്റ് ആക്ച്വലി പോകേണ്ടത് ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ ഡെൻസറിലേക്ക് വരുമ്പോൾ നോർമലിലേക്ക് അടുത്ത് വരും, കാരണം വെലോസിറ്റി കുറയാണ്. അപ്പോൾ വെലോസിറ്റി നോർമലിലേക്ക് അടുത്ത് വരും. അതുകൊണ്ട് ഈ ലൈറ്റ് ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു. ബെൻഡ് ആക്ച്വലി ഇവിടെയാണ് എന്ത് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ഈ റേ വരച്ചു. അപ്പോൾ ആരോ വരയ്ക്കാൻ മറക്കാൻ പാടില്ല. അതേപോലെ തന്നെ സി സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വരച്ചു. അപ്പോൾ ഇനി ഇതാണ് ഐ, ഇതാണ് ആർ. ഇനി നമ്മൾ മൂന്ന് ആംഗിൾ മാർക്ക് ചെയ്യുന്ന ആൽഫ, ബീറ്റ, ഗാമ. അത് ശ്രദ്ധിക്കുന്നത് ഗാമയാണ്. ആറും ഗാമയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തം 5 ആംഗിൾസ് മാർക്ക് ചെയ്യും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ആൽഫ, ബീറ്റ, ഗാമ. ഇനി ഒബ്ജക്റ്റിന് ഒപ്റ്റിക് സെന്റർ, അതായത് ലെൻസിലേക്കുള്ള ദൂരം ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു, ലെൻസിന് ഇമേജിലേക്കുള്ള ദൂരം ഇമേജ് ഡിസ്റ്റൻസ്, സെന്റർ ഓഫ് കർവേച്ചർ ആർ എന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കണം. ഇതാണ് ഇമേജ്. നമ്മൾ ഇനി ഇതിന്നാണ് എന്ത് ചെയ്യുന്നത് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, n1 എന്ന് പറയുന്നത് എയറാണ്, n2 ആ ലെൻസിന്റെ ഉള്ളിലാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല, കാരണം ഒരു റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ റിഫ്രാക്ഷൻ ടുഡേ സ്പെറിക്കൽ സർഫസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്പെറിക്കൽ സർഫസ് റിഫ്രാക്ഷൻ ആണ് ആദ്യം പറയേണ്ടത്. ഫ്രം ദ ഫിഗർ, ഫ്രം ട്രയാങ്കിൾ ONC ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു I, ഇക്വേഷൻ നമ്പർ 1, ആൻഡ് ട്രയാങ്കിൾ NCI ഗാമ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു ബീറ്റ. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നമുക്കറിയാം ഐ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്, സം ഓഫ് ദി ഇന്റീരിയർ. ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടിയാലാണ് ഐ കിട്ടുക. കാരണം ആൽഫ പ്ലസ് ബീറ്റ സിക്വൽ ഐ എന്ന് പറയാൻ കാരണം ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇവിടെ നോക്കണം, ഗാമ പ്ലസ് ആർ, ഗാമ പ്ലസ് ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ബീറ്റ കിട്ടുക. അതാണ് ഗാമ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു ബീറ്റ, ഓർ വി ക്യാൻ സേ ഇസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ എന്തിനാണ് ഐയും ആറും ഉണ്ടാക്കി വെച്ച് നമുക്കറിയാം, സ്നെൽസ് ലോ, റിഫ്രാക്ഷനിൽ ആദ്യം പഠിച്ച സ്നെൽസ് ലോ ആണ്. അപ്പോൾ അതിൽ എന്താ ഉള്ളത്, സൈൻ ഐ സൈൻ ആർ. അതുകൊണ്ടാണ് ഐയും ആറും തന്നെ ആദ്യം തന്നെ പിക്ക് ഔട്ട് ചെയ്യാൻ കാരണം. ഇനി tan alpha is equal to b mn by ob, and tan beta is equal to mn mc, and tan gamma is equal to mn by mi. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ mn സ്ട്രൈറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇത് ഈ ട്രയാങ്കിൾ എടുത്തു, അതുപോലെ ഈ ട്രയാങ്കിൾ എടുത്തു, അതുപോലെ ഈ ട്രയാങ്കിൾ എടുത്തു. അതാണ് tan ആൽഫ, tan ബീറ്റ, tan ഗാമ. അപ്പോൾ tan ആൽഫ, tan ബീറ്റ, ഗാമയിൽ mn എല്ലാത്തിലും കോമൺ ആണ്. OM MC MI, OM MC MI ശ്രദ്ധിക്കണം. OM ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, MI ഇമേജ് ഡിസ്റ്റൻസ് ആണ്, MC R ആണ്. അപ്പോൾ ഈ ടേം ഇതിനെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ എടുക്കാൻ കാരണം. Since the point n is very close to m, alpha, beta, gamma, and I and R are very small. നമ്മൾ എപ്പോഴും പറയാറുള്ള കേസാണ്, നമ്മൾ എടുക്കുന്ന ഡെറിവേഷനിലൊക്കെ അപ്രോക്സിമേഷൻ എടുക്കുന്നത്, കാരണം ആംഗിൾസ് ആർ ഓൾ സ്മോൾ. അപ്പോൾ ആംഗിൾ സ്മോൾ ആണെങ്കിൽ നമുക്ക് ടാൻ ആൽഫ ഇസ് ടു ആൽഫയാവും, ടാൻ ബീറ്റ ഇസ് ടു ബീറ്റയാവും, ടാൻ ഗാമ ഇസ് ടു ഗാമയാവും. സോ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ, ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ, ആൻഡ് ടാൻ ഗാമ ഇസ് ഈക്വൽ ടു ഗാമ. സൈൻ ഐ ഇസ് ഈക്വൽ ടു ഐ, ആൻഡ് സൈൻ ആർ ഇസ് ഈക്വൽ ടു ആർ. അപ്പോൾ then by Snell's law and using equation number 1 and 2, അപ്പോൾ നമ്മൾ 1ഉം 2 എടുക്കണം. 1 2 എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ആൽഫ പ്ലസ് ബീറ്റ എന്നറിയാം. അതുപോലെ തന്നെ ആർ ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ, ആ ഇക്വേഷനും അതുപോലെ തന്നെ സ്നെൽസ് ലോയും കൂടി നമ്മൾ അപ്ലൈ ചെയ്യണം. സോ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു ഐ എന്നറിയാം, ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1, ആൻഡ് ആർ ഇസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ, ഇക്വേഷൻ നമ്പർ 2 ആണ്. ദെൻ ആൽഫ ഈക്വൽ ടു mn by ob, ബീറ്റ ഇസ് ഈക്വൽ ടു mn by mc, ഗാമ ഇസ് ഈക്വൽ ടു mn by mi. കാരണം ടാൻ ആൽഫ, ടാൻ ബീറ്റ, ഗാമ, അല്ല ടാൻ ഒക്കെ ഒഴിവാക്കി. അപ്പോൾ ആൽഫ ഈക്വൽ ടു mn by om, ബീറ്റ ഈക്വൽ ടു mn by mc, ആൻഡ് ഗാമ ഈക്വൽ ടു mn by mi. സോ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2 by n1 ആണ്. ഐ ബൈ ആർ ഈക്വൽ ടു n2 by n1 ഇത് കാരണം സൈനിന്റെ നമ്മൾ കളഞ്ഞു, ഐയും ആറും സ്മോൾ ആയിട്ട് എടുത്തുകൊണ്ട്. അപ്പോൾ ഐ ബൈ ആർ ഈക്വൽ ടു n2 by n1, കാരണം സെക്കൻഡ് മീഡിയം ആദ്യം എഴുതുന്നത്, അതാണ് n2 by n1 എഴുതാൻ കാരണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n1 ഐ ഈക്വൽ ടു n2 ആർ ഐ. സോ ഈ ഐയും ആറും നമുക്ക് ഓൾറെഡി അറിയാം, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ പ്ലസ് ബീറ്റയും ബീറ്റ മൈനസ് ഗാമയാണ്, ബീറ്റയും ആൽഫന്റെയും ഗാമന്റെയും വാല്യൂ അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഐ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റയാണ്, ആൽഫ എന്ന് പറയുന്നത് mn by om ആണ്, ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് mn by mc ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അതേപോലെ തന്നെ ആർ എന്ന് പറയുന്നത് ബീറ്റ മൈനസ് ഗാമയാണ്, ബീറ്റ എന്ന് പറയുന്നത് mn by mc മൈനസ് mn by mi. ഓൾ ക്യാൻസൽ ചെയ്യും, mn ഒക്കെ കോമൺ ആണ്, ബട്ട് പുറത്തെടുത്ത മുഴുവൻ ക്യാൻസൽ ആയി പോകും. ആൻഡ് വാല്യൂസ് ഓഫ് OM MC MI നമ്മൾ ഓൾറെഡി പറഞ്ഞു. OM എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് u ആണ്, MI എന്ന് പറഞ്ഞാൽ v ആണ്, MC എന്ന് പറഞ്ഞാൽ r ആണ്. സോ n1 1 by u plus 1 by r equal to n2 1 by r minus 1 by v. n1 by u plus n1 by r equal to n2 by r minus n2 by v. അപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. mn ക്യാൻസൽ ചെയ്തു. OM എന്ന് പറയുന്നത് u ആണ്, അതുപോലെ തന്നെ MC എന്ന് പറയുന്നത് പിന്നെ r ആണ്, അതുപോലെ തന്നെ MC again r, then MI പറഞ്ഞ v ആണ്. ദെൻ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് n1 ഒരു ഭാഗത്തേക്ക് എടുത്തു, n2 വേറെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ n1 by u plus n1 by r equal to n2 by r minus n2 by v.
By rearranging n1 by u plus n2 by v is equal to n2 by r minus n1 by r. അപ്പോൾ r ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് കൊണ്ട് r ഒരു ഭാഗത്തേക്ക് എടുക്കണം. അപ്പോൾ n1 by u plus n2 by v equal to n2 minus n1 by r. Since we have used a convex surface for derivation, by applying sign convention u negative, v positive and r positive, we reach at the general equation. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കാർട്ടീഷ്യൻ സൈനിലോ റേ വരുന്ന അതേ ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായി ഇത് ഒറിജിൻ ആക്കി എടുക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ u നെഗറ്റീവ്, v പോസിറ്റീവ്, r പോസിറ്റീവ്, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഇക്വേഷൻ എന്താവും, മൈനസ് n1 by u പ്ലസ് n2 by v equal to n2 minus n1 by r. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് റിഫ്രാക്ഷൻ ത്രൂ എ സ്പെറിക്കൽ സർഫസിന്റെ ഇക്വേഷൻ. അപ്പോൾ മൈനസ് n1 by u പ്ലസ് n2 by v equal to n2 minus n1 by r. അപ്പോൾ ഫസ്റ്റ് റിഫ്രാക്റ്റീവ് സർഫസിന്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ഇനി ലെൻസ് മേക്കേഴ്സ് ഫോർമുല പോലുള്ള ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റിഫ്രാക്ഷൻ സർഫസിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, മൈനസ് n1 by u പ്ലസ് n2 by v equal to n2 minus n1 by r. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രോബ്ലം കേസ് നമുക്ക് n1 1 ആക്കി എടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു 1.00029 ആണ് റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് എയർ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 1 ആക്കി എടുക്കാൻ പറ്റും. റിഫ്രാക്ഷൻ ത്രൂ എ ലെൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ സംഭവിക്കുന്നത് I' എന്നൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. I' എന്ന് പറയുന്നത് ഫസ്റ്റ് സർഫസിന് ഇമേജ് ആണ്. ഇനി സെക്കൻഡ് സർഫസ് വരുമ്പോൾ ആ ഇമേജ് എന്ത് ചെയ്യും, അടുത്ത്, കാരണം കോൺവെക്സ് വരെ കൺവേർജിങ് ആയതുകൊണ്ട് ഫസ്റ്റ് റിഫ്രാക്റ്റീവ് സർഫസ് I1 ആയി. അപ്പോൾ I1 എന്ന ഇമേജിനെ അത് കുറച്ചും കൂടി അടുത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ I ആണ് ഫൈനൽ ഇമേജ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, O എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്, I' എന്ന് പറയുന്ന ഇമേജ് ആണ് ഫസ്റ്റ് സർഫസിന്റെ. സെക്കൻഡ് സർഫസിന്റെ കേസിലാകുമ്പോൾ ഇതാണ് ഒബ്ജക്റ്റ്, ഇതാണ് ഇമേജ്. കാരണം ഈ ഇമേജിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സർഫസിന്റെ ഒബ്ജക്റ്റ് ഇതാണ്, ഇമേജ് ഇതാണ്. സെക്കൻഡ് സർഫസിന്റെ ഈ ഒബ്ജക്റ്റ് ഇതാണ്, ഇമേജ് ഇതാണ്. അത് മാറിപ്പോവരുത്. അതായത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, O ആണ് ഒബ്ജക്റ്റ്, I' ഇമേജ് ആണ്. അതായത് ഫസ്റ്റ് സർഫസ് മാത്രം എടുക്കുമ്പോൾ റേ ഡയഗ്രം ഇങ്ങനെയാണ് വരിക. ഇനി സെക്കൻഡ് സർഫസ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റേ ഒന്നുകൂടി ബെൻഡ് ചെയ്യും. കാരണം കോൺവെക്സ് എന്ന് പറയുമ്പോൾ കൺവേർജിങ് ലെൻസ് ആയതുകൊണ്ട് ഈ ഇമേജിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ ഇമേജിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് ഈ ഇമേജിനെ ആ സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ ഈ I' എന്ന് പറയുന്നത് ഫസ്റ്റ് സർഫസിന്റെ ഇമേജ് ആണ്, അതേപോലെ തന്നെ സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്റ്റ് ആയിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ u v v', അപ്പോൾ v' എന്ന് പറയുന്നത് ഫസ്റ്റ് സർഫസിന് ഇമേജ് ഡിസ്റ്റൻസ് ആവുന്നത് പോലെ തന്നെ സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആയിട്ട് മാറും. For refraction at a first surface, minus n1 by u plus n2 by v' is equal to n2 minus n1 by r1. ഇതിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇതിന് മുന്നേ എടുത്ത് ഇക്വേഷൻ അങ്ങനെ എടുത്ത് കോപ്പി ചെയ്തു. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ വിക്ക് പകരം അവിടെ v' ആവും, അതുപോലെ തന്നെ r1 എന്ന് വരും. കാരണം ഫസ്റ്റ് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ r1 ആണ്. അതുപോലെ തന്നെ v' എന്ന് കൊടുക്കാൻ കാരണം ഇവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ v' ആണ്, വേറെ ഒന്നും മാറ്റിയിട്ടില്ല. ഇനി സെക്കൻഡ് സർഫസ് എടുക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ലൈറ്റ് ഇപ്പോൾ n1 n2ലേക്കാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് കേസ് ആകുമ്പോൾ n2 n1ലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇവിടുത്തെ n1 n2 ആക്കിയാൽ മതി, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. ഈ ഇക്വേഷൻ നമ്മൾ എഴുതിയത് ഇതിന്റെ പ്രീവിയസ് ഇക്വേഷൻ നോക്കി അങ്ങനെ എഴുതി. അതിൽ വ്യത്യാസമുള്ളത് n2 by v ആയിരുന്നു, ഇവിടെ v' ആവാൻ കാരണം ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ് v' ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് കേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 n2ലേക്കാണ് ലൈറ്റ് വന്നത്, എയർന്ന് ഗ്ലാസ്സിലേക്കാണ് വന്നത്. ഇനി ചെയ്യുന്നത് ഗ്ലാസ്സിന് എയറിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത്ര ചെയ്താൽ മതി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 n2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ റിഫ്രാക്ഷൻ അറ്റ് ദ സെക്കൻഡ് സർഫസ്, ദ ഇമേജ് ഫോംഡ് ബൈ the first surface act as the object for the second surface. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഫസ്റ്റ് സർഫസിന്റെ ഇമേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സർഫസ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് n1 എന്ന് എഴുതി, അതിനൊരു n2 എന്ന് എഴുതി. u ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, ഇവിടെ ഒബ്ജക്ട് ഡിസ്റ്റൻസിനെ v'. കാരണം എന്തുകൊണ്ടാണ്, ഫസ്റ്റ് സർഫസിന്റെ ഇമേജ് സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് മാറുകയല്ലേ. അപ്പോൾ ഫസ്റ്റ് സർഫസിന്റെ ഇമേജ് ഡിസ്റ്റൻസ് എന്തായിട്ട് മാറണം, സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് മാറണം. അപ്പോൾ അതുകൊണ്ട് യുക്ക് യാതൊരു മാറ്റമില്ല, ഇവിടെ v' എന്ന് പറയുന്നത് u തന്നെയാണ്, കാരണം ഒബ്ജക്ട് ഡിസ്റ്റൻസ് തന്നെയാണ്. ദെൻ n2 ആക്കി n1 ആക്കി എഴുതി, v ഇമേജ് ഡിസ്റ്റൻസ്, കാരണം ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് v ആണ്. ദെൻ n2 മൈനസ് n1 പകരം n1 മൈനസ് n2 ആക്കി r2. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ ഇവിടെ v എന്നായിരുന്നു, അതിനെ v' ആക്കാൻ കാരണം ഫസ്റ്റ് സർഫസിന് ഇമേജ് ഡിസ്റ്റൻസ് v' ആണ്. ഇനി സെക്കൻഡ് സർഫസിൽ ഇവിടെ യുക്ക് പകരം v' ആക്കാൻ കാരണം ഇവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആയിട്ട് മാറിയിരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഇത് രണ്ട് ഇക്വേഷൻസ് കറക്റ്റ് എഴുതിയാൽ മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ വേറൊരു കാര്യം മനസ്സിലാക്കാം, ഇക്വേഷനിൽ എപ്പോഴും v' എന്ന് വരില്ലല്ലോ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ നോക്കും, മൈനസ് n2 by v' മേലെ n2 by v', അവ രണ്ടും ക്യാൻസൽ ആയി പോകും. അങ്ങനെ അത് ഓർത്തിരിക്കാം.
So 1 plus equation number 2, that is minus n1 by u plus n1 by v is equal to n2 minus n1 by r1 plus n1 minus n2 by r2. കാരണം n2 by v1 ഉം minus n2 by v1 ഉം കട്ട് ചെയ്തു ക്യാൻസൽ ആയി പോയി. സോ അറേഞ്ച് ചെയ്യുമ്പോൾ minus n1 by u plus n1 by v is equal to n2 minus n1 by r1 minus n2 by n1 minus r2. n1 take it outside, minus 1 by u plus 1 by v equal to n2 minus n1 1 by r1 minus 1 by r2. ശ്രദ്ധിക്കണം n2 by n1 ആക്കാൻ വേണ്ടി ഇവിടെ മൈനസ് ആക്കിയത് കാരണം ഇവിടെ n2 മൈനസ് n1 ആണ്, n1 മൈനസ് n2 ആണ്. അപ്പോൾ n2 മൈനസ് n1 ആകുമ്പോൾ മൈനസ് വരും. അങ്ങനെ ഈ r2 എന്ത് ചെയ്യുന്ന ഒരു മൈനസ് ഇവിടെ വരാൻ കാരണം. സോ n2 മൈനസ് n1 കോമൺ ആക്കി എടുത്തു. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ മൈനസ് 1 ബൈ യു പ്ലസ് 1 ബൈ വി ഇസ് ഈക്വൽ ടു n2 മൈനസ് n1 ബൈ n1 1 ബൈ r1 മൈനസ് 1 ബൈ r2 ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ മൈനസ് 1 ബൈ യു പ്ലസ് 1 ബൈ വി ഇസ് ഈക്വൽ ടു n2 മൈനസ് n1 ബൈ n1 1 by r1 minus 1 by r2. If the object is at infinity, an image is formed at the focus. അപ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇമേജ് എന്തായാലും പ്രിൻസിപ്പൽ ഫോക്കസിലായിരിക്കും. അത് യു ഇൻഫിനിറ്റി ആണെങ്കിൽ വി എഫ് ആയിരിക്കും. അത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചാൽ ഇമേജ് പ്രിൻസിപ്പൽ ഫോക്കസിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മൂന്നാമത്തെ ഇക്വേഷനിൽ ഈ ഒരു അപ്രോക്സിമേഷൻ കൊടുക്കുകയാണ്. സോ ഇക്വേഷൻ 3 become minus 1 by infinite plus 1 by f equal to n2 minus n1 by n1 1 by r1 minus 1 by r2. 1 by infinite becomes 0. So 1 by f equal to n2 minus n1 by n1 1 by r1 minus 1 by r2. So this is lens maker's formula. ലെൻസ് ഉണ്ടാക്കുന്ന ഫോർമുല. കാരണം എഫ് എന്താണ്, റിഫ്രാക്റ്റ് ഇൻഡെക്സ് ആണ്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. സോ ദിസ് ഇക്വേഷൻ ഇസ് നോൺ ആസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പോൾ ചിലപ്പോൾ എക്സാം ചോദിക്കുക സ്റ്റാർട്ടിംഗ് ഫ്രം റിഫ്രാക്ഷൻ ടു ദ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റിഫ്രാക്ഷൻ സർഫസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയ്ക്ക് എത്തിക്കുമ്പോൾ ഇവിടെയാണ് എത്തിക്കേണ്ടത്. ഇനി ഇതിനെ വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. തേർഡും ഫോർത്തും കൂടി ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മൈനസ് 1 ബൈ യു പ്ലസ് 1 ബൈ വി ഈക്വൽ ടു 1 ബൈ എഫ്. കാരണം അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയിരിക്കും. മൈനസ് 1 ബൈ യു ഈക്വൽ ടു 1 ബൈ വി equal to 1 by f minus 1 by u plus 1 by v equal to 1 by f. അപ്പോൾ പക്ഷേ മിറർ ആകുമ്പോൾ ശ്രദ്ധിക്കണം 1 by f equal 1 by v plus 1 by u ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, 1 by f equal 1 by v minus 1 by u ആണ് മിററിന്റെ ലെൻസിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ലെൻസിന്റെയും മിററിന്റെ ഇക്വേഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ r equal 2f ആയിരുന്നു, പക്ഷേ the relation connecting f and r is equal to 1 by f equal to n2 minus n1 by n1 1 by r1 minus 1 by r2 ആണ്. അപ്പോൾ ഇത്രയാണ് ലെൻസും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം മാറും, അതിൽ ഒരിറ്റ കാര്യം മാറാത്തുള്ളൂ. കോൺവെക്സ് ലെൻസും കോൺവെക്സ് മിററാണ്, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. കോൺകേവ് ആകുമ്പോൾ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. ബാക്കി എല്ലാം തിരിഞ്ഞാണ് വരിക എന്ന് മനസ്സിലാക്കി വെക്കണം. This equation called thin lens formula or law of distance or Student's formula. അപ്പോൾ ഈ minus 1 by u plus 1 by v equal 1 by f എന്ന് പറയുന്ന Student's formula or thin lens formula എന്ന് പറയും. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം പോസിറ്റീവ്ലി ചെയ്യാറ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കാർട്ടീഷ്യൻ സൈനിലോ കറക്റ്റായി അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. മാഗ്നിഫിക്കേഷൻ, എത്രമാത്രം ലെൻസ് മാഗ്നിഫൈ ആവുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാഗ്നിഫിക്കേഷൻ ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. അപ്പോൾ എത്രമാത്രം ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എപ്പോഴും ഒരു റേ ഡയഗ്രാം കറക്റ്റായിട്ട് വരയ്ക്കാൻ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് നമ്മൾ വരച്ചിരിക്കുന്നത് 2f വെക്കുന്നതാണ്. 2f വെച്ച സെയിം സൈസ് ആയിരിക്കും, ഇൻവേർട്ടർ ആയിരിക്കും, അത് വരയ്ക്കാൻ എളുപ്പമാണത്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിന് പാരാണ് എഫിലൂടെ പോയി ഓപ്റ്റിക് സെന്ററിലൂടെ പോകുന്ന യാതൊരു ഡീവിയേഷൻ ഇല്ലാണ്ട് പോകുന്നു. അപ്പോൾ രണ്ട് റേ കൂടി മീറ്റ് ചെയ്യുന്നവിടെ, അപ്പോൾ എ ഡാഷ് ബി ഡാഷ് ആണ് ഇമേജ് വരെ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് നമ്മൾ മാഗ്നിഫിക്കേഷൻ പറയാം. സോ ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ എ BO and A dash B dash O are similar. കാരണം സിമിലർ ട്രയാങ്കിൾസ് ആണ്, കാരണം എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇത് 90 ഇത് 90 ആണ്. സോ ദീസ് ആർ ആംഗിൾസ് ആർ ഈക്വൽ, സിമിലർ ട്രയാങ്കിൾസ്. So and side ratio equal ആയിരിക്കും AB by AO is equal to A dash B dash by A dash O, or A dash B dash by AB equal to A dash O by OA. So HI by HO is equal to V by U. കാരണം നമുക്കറിയാം AB എന്ന് പറയുന്ന ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്, A dash B dash എന്ന ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ്. അതേപോലെ തന്നെ AO എന്ന് പറയുന്നതും A dash O എന്ന് പറയുന്നതും ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ആണ്. അതാണ് HI by HO is equal to V by U. ഇനി കാർട്ടീഷ്യൻ സൈനിലും അപ്ലൈ ചെയ്യാണ്. അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ മൈനസ് HI by HO is equal to V by minus U. കാരണം HI മുകളിലേക്ക് ഈ താഴേക്കാണ്, അതുകൊണ്ട് മൈനസ് കൊടുക്കാൻ, കാരണം HO മുകളിലേക്കാണ് പോസിറ്റീവ്. വി എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ്. യു എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്, സോ നെഗറ്റീവ്. നെഗറ്റീവ് ക്യാൻസൽ ആയി പോകും. സോ എം ഈസ് ഇക്വൽ ടു വി ബൈ യു. പക്ഷേ മിററിന്റെ കേസിൽ മൈനസ് വി ബൈ യു ആണ്. അപ്പോൾ രണ്ടും മനസ്സിലാക്കണം. മിററിന്റെ കേസിലാകുമ്പോൾ 1 by f equal 1 by u plus 1 by v ആണ്. പക്ഷേ ലെൻസിന്റെ കേസിലാകുമ്പോൾ 1 by f equal 1 by v minus 1 by u ആണ്. പക്ഷേ മാഗ്നിഫിക്കേഷൻ നേരെ തിരിഞ്ഞു വരും. ലെൻസിന്റെ കേസിൽ v by u ആണ്, മിററിന്റെ കേസിൽ മൈനസ് v by u ആണ്. General equation can be used for all types of image formation with proper sign convention. അപ്പോൾ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഏത് ലെൻസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഉപയോഗിക്കുക. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഫോക്കൽ ലെങ്ത് കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്, കോൺകേവിന്റെ നെഗറ്റീവ്. അത് മിറർ ആയിക്കോട്ടെ ലെൻസ് ആയിക്കോട്ടെ. പവർ ഓഫ് എ ലെൻസ്. അപ്പോൾ എന്താണ് പവർ? So power of a lens is the reciprocal of its focal length when expressed in meters. അപ്പോൾ P is equal to 1 by F ആണ്. 1 by പ്രത്യേകം ശ്രദ്ധിക്കണം, ഫോക്കൽ ലെങ്ത് സെന്റിമീറ്ററിലാണ് തരിക, മീറ്ററിലേക്ക് മാറ്റി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, എങ്കിലേ പവർ കിട്ടുള്ളൂ. സോ ദ യൂണിറ്റ് ഓഫ് പവർ ഈസ്
മീറ്റർ റൈസ് ടു -1 ഓർ ഡയോപ്റ്റർ ക്യാപിറ്റൽ ഡി. പവർ എന്ന് പറഞ്ഞാൽ എത്രമാത്രം കൺവേർജ് ചെയ്യും അല്ലെങ്കിൽ എത്രമാത്രം ഡൈവേർജ് ചെയ്യിപ്പിക്കാൻ പറ്റും ഒരു ലെൻസിന്റെ കപ്പാസിറ്റി, അതിന് ശരിക്കും പവർ ഓഫ് ദ ലെൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ലെൻസ് കോമ്പിനേഷൻ, ലെൻസ് ഇൻ കോണ്ടാക്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റിഫ്രാക്ഷൻ സർഫസ് പഠിച്ചു, ഒരു ലെൻസും പഠിച്ചു. ഇനി ഒന്നിൽ കൂടുതൽ ലെൻസ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോർമുലാസ് വരിക നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് ലെൻസാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒ എന്ന ഒബ്ജക്റ്റ് I1 എന്ന ഇമേജ് എ എന്ന ലെൻസിന്റെ ഇമേജ് ആണ്. പക്ഷെ രണ്ടാമത്തെ ലെൻസ് ശ്രദ്ധിക്കണം, ബി ആണ് രണ്ടാമത്തെ ലെൻസ്, അതിന്റെ ഫോക്കൽ ലെങ്ത് F2 ആണ്. അപ്പോൾ രണ്ടാമത്തെ ലെൻസ് വെക്കുമ്പോൾ I1 എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് മാറുകയാണ്. കാരണം ഫസ്റ്റ് F1 ഫോക്കൽ ലെങ്ത്തുള്ള കോൺവെക്സ് ലെൻസ് വെച്ചപ്പോൾ O ആണ് ഒബ്ജക്റ്റ്, I1 ആണ് ഇമേജ്. രണ്ടാമത്തെ ബി വെക്കുമ്പോൾ I1 എന്ന ഇമേജിനെയാണ് ഐയിലേക്ക് കൊണ്ടുവരുന്നത്. I1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് ആണ്, സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റും ആണ്. അപ്പൊ I എന്ന് പറയുന്നത് സെക്കൻഡ് ലെൻസിന്റെ ഇമേജ് ആണ്, I1 എന്ന് പറയുന്നത് രണ്ടായിട്ട് ആക്ട് ചെയ്യും, ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് ആയിട്ടും സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ടും എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. സോ ഇത് ഫസ്റ്റ് കേസിൽ നമ്മൾ ഇങ്ങനെ എടുക്കാം, യു വി ആണ്, അത് ഒരു ഒറ്റ ലെൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ O ആണ് ഒബ്ജക്റ്റ്, വി ആണ് എന്ത് ചെയ്യുന്നത്, ഇമേജ്. പക്ഷെ രണ്ട് ലെൻസ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫോർമേഷൻ വരുന്നത്. അപ്പോൾ യു എന്ന് പറയുന്ന ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, V1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് ഡിസ്റ്റൻസും സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസും ആണ്. So for refraction through the first lens, -1 by u plus 1 by v1 equal to 1 by f1. കാരണം നമുക്കറിയാം -1 by u plus 1 by v equal to 1 by f ആണ്. അപ്പോൾ ഫസ്റ്റ് ലെൻസ് ആയതുകൊണ്ട് u ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, v1 ആണ് ഇമേജ് ഡിസ്റ്റൻസ്, f1 കൊടുത്തു. ഇനി അതേപോലെ നമുക്ക് സെക്കൻഡ് കേസിൽ എടുക്കുമ്പോൾ ഒബ്ജക്റ്റ് ഇമേജ് ആയിട്ട് മാറും. അപ്പോൾ യുക്ക് പകരം നമുക്ക് v ആണ് കൊടുക്കേണ്ടത്, v1 ആണ് കൊടുക്കേണ്ടത്. സോ ഇറ്റ് ബിക്കം -1 by v1 plus 1 by v equal to 1 by f2. കാരണം ഫസ്റ്റിന്റെ ഇമേജ് സെക്കൻഡ് ഒബ്ജക്റ്റ് ആയിട്ട് മാറണം. ഫസ്റ്റ് ലെൻസിന്റെ ഒബ്ജക്റ്റ് സെക്കൻഡ് ലെൻസിന് ഇമേജ് ആയിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് v1 ഇവിടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുന്നത് നമുക്കറിയാം, -1 by v1 +1 by v1 കട്ട് ചെയ്ത് പോകും. അല്ലെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കുക, നമ്മൾ ഒരു ഇക്വേഷനിൽ v ഡാഷ് എന്നോ v1 എന്ന് വരില്ല, അത് കട്ട് ചെയ്ത് പോകണം, അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. സോ -1 by u plus 1 by v equal to 1 by f1 plus 1 by f2. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മുടെ ഈ ലെൻസ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ -1 by u plus 1 by v equal to 1 by f1 plus 1 by f2 ആണ് ഇക്വേഷൻ നമ്പർ 3. സോ നമ്മുടെ ഫോക്കൽ ലെങ്ത് ഇക്വേഷൻ നമുക്കറിയാം, ഫോക്കൽ ലെങ്ത് ഓഫ് എ സിംഗിൾ ലെൻസ് which produces the same effect as done by the above two lenses in contact ambo, that is for the effective lens -1 by u plus 1 by v equal to 1 by f ആണ് ഇക്വേഷൻ നമ്പർ 4. കാരണം ഈ ഇക്വേഷൻ നമ്പർ 4 ഓൾറെഡി നമ്മൾ ഒരു ലെൻസിന്റെ കേസിൽ ഡിസ്കസ് ചെയ്താണ്. രണ്ട് ലെൻസ് ആയപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി, -1 by u plus 1 by v equal to 1 by f1 plus 1 by f2. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുന്ന ഇങ്ങനെ എഴുതാൻ പറ്റും, ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ഇക്വേഷൻ നമ്പർ 4 we get 1 by f equal to 1 by f1 plus 1 by f2 ഇക്വേഷൻ നമ്പർ 5. അതേപോലെ പവർ കാണുമ്പോൾ പവർ നേരെ തിരിച്ച് എഴുതണം, p equal to p1 plus P2 plus so and so, and effective magnification m equal to m1 into m2 into so and so. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ ഫോക്കൽ ലെങ്ത് കാണണമെങ്കിൽ 1 by f equal to 1 by f1 plus 1 by f2 ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് കമ്പൈൻ ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറയുക ചെയ്യുക, കാരണം 1 by f ഒരു ഒന്നിൽ കൂടുതൽ ലെൻസ്, ഇനി 3 ലെൻസ് ഉണ്ടെങ്കിൽ 1 by f equal to 1 by f1 plus 1 by f2 plus 1 by f3. പവർ ആകുമ്പോൾ ആഡ് ചെയ്യുക ചെയ്യേണ്ടത്, മാഗ്നിഫിക്കേഷൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഓർത്തിരിക്കണം. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, ഇപ്രാവശ്യം 80% പ്രോബിലിറ്റി ആണ് ഈ ക്വസ്റ്റ്യൻ വരാനുള്ളത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. കാരണം റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, കാരണം ഫോക്കസ് ഏരിയയിൽ പറഞ്ഞത് ഉൾപ്പെടെ തന്നെ ഇതിന് മുന്നേ ഒരുപാട് തവണ ചോദിച്ചാണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഫിഗർ ഷോസ് ദ പാസേജ് ഓഫ് ലൈറ്റ് ത്രൂ എ prism ABC, PQ is the incident ray and QR is the ray through the prism and R is the emergent ray. The angle between the incident ray and the emergent ray is called angle of deviation. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PQ എന്നതാണ് ഫസ്റ്റ് വരുന്ന റേ. PQ വരുമ്പോൾ നമുക്കറിയാം ഇത് നോർമൽ, അപ്പോൾ ഗ്ലാസ് ആകുമ്പോൾ ഡെൻസർ ആണ്, നോർമൽ അടുത്തേക്ക് ബെൻഡ് ചെയ്തു ലൈറ്റ്. ഇനി ഇവിടെ വന്നു, ഇതാണ് നോർമൽ, എമേർജ് ചെയ്യുമ്പോൾ എവേ ഫ്രം ദ നോർമൽ, കാരണം ഡെൻസ് എന്ന് റെയറിലേക്ക് വരുന്നത്. അപ്പോൾ റേ ഡയഗ്രാം കറക്റ്റായിട്ട് വരയ്ക്കുക. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ഫസ്റ്റ് സർഫസിൽ റിഫ്രാക്ഷൻ, ഇത് സെക്കൻഡ് സർഫസിൽ ആംഗിൾ ഓഫ് എന്താണ്, ഇൻസിഡൻസ് ആണ്, ഇത് ആംഗിൾ ഓഫ് എമർജൻസ്. ഇനി ഇതിൽ ഡീവിയേഷൻ എന്ന് പറയാൻ മനസ്സിലാക്കേണ്ടത്, ഇതാണ് ഇൻസിഡന്റ് റേ. അപ്പോൾ ഈ റേ ആക്ച്വലി ഇങ്ങനെയാണ് പോകേണ്ടത്, പക്ഷെ പ്രിസത്തിന് പുറത്തു വന്നപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഈ രണ്ട് റേ നീട്ടി വരയ്ക്കുമ്പോൾ ഇതും ഇവിടെ മീറ്റ് ചെയ്യും. അപ്പോൾ ഇതിനപ്പോൾ വിളിക്കുന്ന ഡീവിയേഷൻ. അപ്പോൾ ഈ ഇങ്ങനെ പോകേണ്ട ലൈറ്റ് ഇങ്ങനെ പോയി, അതിനർത്ഥം ഇത്രമാത്രം ഡീവിയേഷൻ സംഭവിച്ചു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരയ്ക്കാൻ എന്ത് ചെയ്തിരിക്കണം അറിയണം. PQRS ആണ് റേ. PQ എന്ന് പറയുന്നത് ഫസ്റ്റ് സർഫസിൽ ഹിറ്റ് ചെയ്തു, QR എന്ന് പറയുന്നത് ത്രൂ ദ പ്രിസം ആണ്, RS എന്ന് പറയുന്നത് എമർജന്റ് റേ ആണ്. ABC ആ പ്രിസത്തിന്റെ ആംഗിൾസ് ആണ്. ഇൻ ദ quadrilateral AQNR, that is two of the angles. Triangle AQN and triangle ARN are right angles. Therefore, the sum of the other angle is 180. അതായത് ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഇതിൽ, കാരണം ഇത് നോർമൽ ആണ്, അപ്പോൾ നോർമൽ ആകുമ്പോൾ AQNR, അപ്പോൾ നോർമൽ ഇത് 90 ആണ്, ഇത് 90 ആണ്. ഇത് 90 ആകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് രണ്ടും എന്തായിരിക്കും, ഇതും
കാരണം സം ഓഫ് ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ കൂടി 180 കിട്ടണം, കാരണം മൊത്തം 360 അല്ലേ. അപ്പോൾ ഇത് 90 ആണ്, ഇത് 90 ആണ്, അപ്പോൾ 180 പോയി. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ എന്തായിരിക്കണം? 180 ആയിരിക്കണം. So triangle A plus QNR, that is angle A plus angle N is equal to 180, equation number 1. From the triangle QNR, R1 plus R2 is equal to QNR, that is 180, second equation. അതായത് നമുക്കറിയാം ഈ ട്രയാങ്കിളിൽ 3 ആംഗിളും കൂടി കൂട്ടി എന്താണ് 180 കിട്ടണം. R1 R2 N. അപ്പോൾ നമുക്ക് R1 plus R2 plus angle N is equal to 180, equation number 2. So comparing equation 1 and 2, we get R1 plus R2 is equal to എ എന്ന് കിട്ടിക്കഴിഞ്ഞു. കാരണം 180 ആണ് ക്യു എൻ ആർ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം കമ്പയർ നമുക്ക് എന്ത് ചെയ്യാം? എ ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു. ഇപ്പോഴും ഓർക്കുക, എന്തിനാ ആറും ഐ ഒക്കെ ആദ്യം കാണുന്നത്? നമുക്ക് സ്നെൽസ് ലോ വേണം, സ്നെൽസ് ലോ ഐയും ആറോ വേണ്ടത്. അതുകൊണ്ട് R1 ആർ പ്ലസ് ആർ ടു ഇസ് ഇക്വൽ എ. ദെൻ ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ ഇസ് ഇക്വൽ ടു ആംഗിൾ എം ക്യു ആർ പ്ലസ് ആംഗിൾ എം ആർ ക്യു. അപ്പോൾ രണ്ട് ട്രയാങ്കിളുടെ ഡീവിയേഷൻ ഡെൽറ്റ ഫൈൻഡ് ഔട്ട് ഇങ്ങനെയാണ്, അതായത് പറഞ്ഞുതരാം. അതായത് ഇതാണ് ഡീവിയേഷൻ. അപ്പോൾ ഇത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. എക്സ്റ്റീരിയർ ആംഗിൾ സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾ. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടിയാലാണ് നമുക്ക് എന്ത് ചെയ്യുക? ഈ ക്യു എന്ന ആംഗിളും ഈ ആർ എന്ന ആംഗിളും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടുക? അതാണ് സം ഓഫ് ദി ഇന്റീരിയർ ഇസ് ഈക്വൽ എക്സ്റ്റീരിയർ. അതാണ് ഇവിടെ ഈ ഇക്വേഷൻ ഇങ്ങനെ പറയാൻ കാരണം. അപ്പോൾ സം ഓഫ് ദി ഇന്റീരിയർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആംഗിൾ കിട്ടണമെങ്കിൽ ഇത് ഐ ആണ്, ഇത് R1 ആണ്. സോ ഐ മൈനസ് R1. ഇനി ഈ ആംഗിൾ കിട്ടണമെങ്കിൽ ഇ മൈനസ് R2. അതാണ് ഐ മൈനസ് R1 പ്ലസ് ഇ മൈനസ് R2 എന്ന് കൊടുക്കാൻ കാരണം. ഇനി ഈ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഐ പ്ലസ് ഇ മൈനസ് R1 പ്ലസ് R2. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഡീവിയേഷൻ ആണ്. ഈ ഡീവിയേഷൻ കിട്ടാൻ വേണ്ടി ഈ രണ്ട് ഇന്റീരിയർ ആംഗിൾസ് കൂട്ടണം. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഐ മൈനസ് R1 ആണ്, ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇ മൈനസ് R2 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡീവിയേഷൻ കിട്ടാം. സോ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ഇ. കാരണം R1 പ്ലസ് R2 നമുക്ക് ഓൾറെഡി കിട്ടി, എ കിട്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. സോ ഡി ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ഇ മൈനസ് എ. From this equation, it is clear that angle of deviation depends on angle of incidence. A graph showing the variation in angle of deviation with angle of incidence will as shown below. നമ്മൾ ഇത് കഴിഞ്ഞ് വരച്ച് കാണിച്ചു. The minimum value of deviation is called angle of minimum deviation. At the minimum deviation condition, I equal to E and R1 equal to R2, and ray inside prism will be parallel to the base. At the minimum deviation condition, equation 2, that is equation 2 A equal to R1 plus R2 ആണ്, അത് 2R ആവും. കാരണം R1 equal to R2 ആണ്. അതുപോലെ തന്നെ R equal to A by 2I. അതേപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഈക്വൽ ടു ഐ പ്ലസ് ഇ മൈനസ് എ ബിക്കം 2I മൈനസ് എ ആവും. സോ ഐ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഡി എം ബൈ 2. അപ്പോൾ ഇത് ഗ്രാഫ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. മിനിമം ഡീവിയേഷൻ സമയത്താണെങ്കിൽ R1 R2 ഈക്വൽ ആവുമ്പോൾ അപ്പോൾ എ ഈക്വൽ 2R ആവും. അതേപോലെ തന്നെ മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇസ് ഈക്വൽ ഡി എം ആവുന്ന സമയമാണ്. അപ്പോൾ ഡി എം ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ഇ എന്ന് പറയും, ഇയും ഐ ആയിട്ട് മാറും. അങ്ങനെ 2I. ഇത് നമുക്ക് ഈ ഫിഗർ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷന്റെ ഫിഗർ വച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു പർട്ടിക്കുലർ ആംഗിൾ ആകുമ്പോൾ ഡീവിയേഷൻ വളരെ കൂടുതലാണ്. പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി വരുമ്പോൾ ഡീവിയേഷൻ കുറഞ്ഞു. ഒരു പർട്ടിക്കുലർ ആംഗിൾ എത്തുമ്പോൾ ഡീവിയേഷൻ ഏറ്റവും കുറയും. അതാണ് മിനിമം ഡീവിയേഷൻ. അതാണ് ഡി എം എന്ന് പറയാൻ കാരണം, മിനിമം ഡീവിയേഷൻ. വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ ഡീവിയേഷൻ വീണ്ടും കൂടും. അപ്പോൾ ഇതിൽ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്, പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡീവിയേഷൻ കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി വരുമ്പോൾ ഡീവിയേഷൻ കുറഞ്ഞു വരും. ഒരു പർട്ടിക്കുലർ ആംഗിൾ ആവുമ്പോൾ ഈ ഡീവിയേഷൻ എന്താവും? ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും ഏറ്റവും കുറവ് ഡീവേറ്റ് ചെയ്യുന്ന സമയമാണ് ഈ സമയം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പറഞ്ഞത് ഐ ഈക്വൽ ടു ഇ, R1 ഈക്വൽ ടു R2. അപ്രോക്സിമേഷൻ എടുക്കാം. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു ഡി എം ആവും, ഐ ഈക്വൽ ടു ഇ ആയി, അതേപോലെ തന്നെ R1 ഈക്വൽ ടു R2 ആവും. The refractive index of the prism, so n2 by n1 equal to sin I by sin r is equal to ഐയും ആറും നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അവിടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എ പ്ലസ് ഡി എം ബൈ 2 ഓർ എ ബൈ 2. അവിടെ നമുക്ക് ഇങ്ങനെ പറയാം, എൻ ഇസ് ഇക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ 2 ബൈ സൈൻ എ ബൈ 2. കാരണം n1 എന്ന് പറയുന്നത് പിന്നെ എയർ ആണ്, അതിന് റിഫ്രാക്ട് ഇൻഡെക്സ് പിന്നെ 1 ആക്കി എടുത്തു. n2 എന്ന് പറയുന്നത് റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് പ്രിസം ആണ്, അപ്പോൾ അത് n ആക്കി എടുത്തു. അതുപോലെ ഡി എം എന്ന് പറയുന്നത് മിനിമം ഡീവിയേഷൻ. അപ്പോൾ ഡി, അപ്പോൾ പൊതുവെ നമ്മൾ ഡി എന്ന് വിളിക്കുക. അപ്പോൾ ഡി എന്ന് പറയുന്നത് മിനിമം ഡീവിയേഷൻ, എ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രിസം. സോ n is equal to sin into a plus d by 2 by sin a by 2. For a small angle prism, that is a thin prism, a and dm are very small. So sin a plus d by 2 is equal to a plus dm by 2. കാരണം സൈൻ നമുക്ക് ഒഴിവാക്കാം. സൈൻ തീറ്റ ഇസ് ഈക്വൽ അപ്രോക്സിമേറ്റ്ലി തീറ്റ ആവും. അപ്പോൾ സൈൻ ഒഴിവാക്കി കഴിഞ്ഞാൽ സൈൻ എ ബൈ 2 സൈൻ എ ബൈ 2 ആവും. സൈൻ എ പ്ലസ് ഡി ബൈ 2 എ പ്ലസ് ഡി എം ബൈ 2 ആവും. ഇപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n21 is equal to a plus dm by 2 by a by 2. So a plus dm by a, or we can write dm equal to n21 a minus a, or n21 minus 1 of a. So this implies
In thin prisms, angle of deviation is independent of angle of incidence, or thin prisms do not deviate light much. ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ കാരണം ഇതൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചാണ്. തിൻ പ്രിസംസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് കാണിക്കാൻ വേണ്ടി തെളിയിക്കാൻ വേണ്ടി പറയുമ്പോൾ അത് ഇങ്ങനെയാണ് തെളിയിക്കേണ്ടത്. കാരണം നമുക്കറിയാം ആ ഡീവിയേഷനിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇക്വേഷൻ വന്നിട്ടേ ഇല്ല. കാരണം ഡി എം ഇസ് ഈക്വൽ ടു n21 മൈനസ് 1 ഇൻറ്റു എ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. അതേപോലത്തെ തിൻ പ്രിസം ആകുമ്പോൾ ഡീവിയേഷൻ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. കാരണം എ കുറഞ്ഞാൽ ഡി എമ്മും കുറയും. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഈ ചെറിയ ഡെറിവേഷൻ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. ശരിക്കും പ്രിസത്തും ചോദിച്ചാൽ n ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ ടു സൈൻ എ ബൈ ടു നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. Dispersion by a prism. The phenomena of splitting up of white light into composite when passed through a certain refracting media is called dispersion. Violet, high frequency and low wavelength, suffers more deviation, and red, high wavelength and low frequency at least. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കളറും ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ലോ വേവ് ലെങ്ത് സഫേഴ്സ് മോർ ഡീവിയേഷൻ. വയലറ്റ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യും, റെഡ് എന്താ കുറച്ചേ ഡീവിയേറ്റ് ചെയ്യുള്ളൂ. ദ അറേഞ്ച്മെന്റ് ഓഫ് കളേഴ്സ് ഇൻ എ റെഗുലർ ഓർഡർ, ദിസ് വിബ്ജി ഓർ, ഈസ് കോൾഡ് ലൈറ്റ് സ്പെക്ട്രം. The refracting index of the material is different for different colors wavelength, and it is the reason for dispersion. റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് വയലറ്റ് ആണ് ഏറ്റവും കൂടുതൽ, അതായത് ഒരു മീഡിയത്തിൽ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫർ ചെയ്യുക. കാരണം വയലറ്റ് ആണ് ഏറ്റവും സ്ലോയിൽ പോവുക. റെഡിന് എന്തായിരിക്കും, റിഫ്രാക്ട് ഇൻഡെക്സ് കുറവായിരിക്കും. അപ്പോൾ റെഡ് ഫാസ്റ്റിൽ മൂവ് ചെയ്യും. അപ്പോൾ ഈ കാരണം കൊണ്ട് എന്ത് ചെയ്യും, അത് സ്പ്ലിറ്റ് ചെയ്യും കളർ. അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് ഓരോ കളറിനും ഓരോ തരം റിഫ്രാക്ട് ഇൻഡെക്സ് ആണ് ഒരു സെയിം മീഡിയം എന്ത് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്. In vacuum, the speed of light is independent of the wavelength. Thus, vacuum or air approximately is a non-dispersive medium in which all colors travel with a same speed. ഇതാണ് ഡിസ്പേർഷൻ സംഭവിക്കും. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് വയലറ്റിനാണ് കൂടുതൽ റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫർ ചെയ്യുക. അതുകൊണ്ട് വയലറ്റ് കൂടുതൽ ബെൻഡ് ചെയ്യും. റെഡിന് കുറച്ച് റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫർ ചെയ്യുക, കുറച്ച് ബെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്നത് വയലറ്റ് ആണ്, ഏറ്റവും കുറവ് ബെൻഡ് ചെയ്യുന്നത് റെഡ് ആണ്. റെഡ് ഡിവേറ്റ്സ് വെരി ലെസ് ആൻഡ് വയലറ്റ് ഡിവേറ്റ്സ് വെരി മോർ. അപ്പോൾ വരയ്ക്കുമ്പോൾ ആ സ്പെക്ട്രം കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, വിബ്ജോറിൻ്റെ ഓർഡർ വയലറ്റ് താഴെ വരിക, റെഡ് മുകളിലാണ് വരിക. ഇനി ഡിഫക്ട്സ് ഓഫ് ലെൻസസ് ആണ്. ഫസ്റ്റ് വൺ സ്പെരിക്കൽ അബ്രഷൻ. സ്പെരിക്കൽ അബ്രഷൻ ആയതുകൊണ്ട് ലെൻസിന്റെ തിക്നെസ് എല്ലാവരുടെയും സെയിം അല്ലാത്തതുകൊണ്ട് എല്ലാ റേയും ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോക്കസ് ചെയ്യില്ല. അതുകൊണ്ട് ഇമേജിന് കുറച്ച് ബ്ലേഡ് വരും. അപ്പോൾ ഇത് ഈ ഡിഫക്റ്റിനെ പറയുന്നതാണ് സ്പെരിക്കൽ അബ്രഷൻ. എല്ലാ പാരലൽ റേസിനെയും ഒരു പോയിന്റിലേക്ക് ലെൻസിന് ഫോക്കസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇമേജ് എന്തായിരിക്കും, നമുക്ക് കറക്റ്റ് ഫിക്സഡ് ഇമേജ്, നല്ലൊരു പെർഫെക്റ്റ് ഇമേജ് നമുക്ക് ഫോക്കസ് കിട്ടില്ല. ഇതുകൊണ്ടാണ് സ്പെരിക്കൽ അബ്രഷൻ എന്ന് പറയാൻ കാരണം. ആ തിക്നെസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഔട്ടർ റേസിന് കുറച്ച് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. പക്ഷേ ഇടയിൽ വരുന്ന റേക്ക് ഒരുപാട് സമയം ലെൻസിലൂടെ പോകാണ്ട്. അപ്പോൾ ഈ രണ്ട് റേയും രണ്ട് പോയിന്റിൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇതിന് പറയുന്ന പേരാണ് സ്പെരിക്കൽ അബ്രഷൻ. ഇനി ക്രോമാറ്റിക് അബ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വയലറ്റിന് കൂടുതൽ റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫർ ചെയ്യും, വയലറ്റ് നന്നായിട്ട് ബെൻഡ് ചെയ്യും. റെഡിന് കുറച്ച് റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫർ ചെയ്യും, അപ്പോൾ റെഡ് കുറച്ചേ ബെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ റെഡ് എന്ത് ചെയ്യും, കുറേ കൂടി കൂടുതൽ. അപ്പോൾ ഇതിന് നോക്കിയ കോൺവെക്സ് ലെൻസിന്റെ കേസ് നോക്കിയാൽ ഫോക്കൽ ലെങ്ത് റെഡിന്റെ കേസിൽ കൂടുതൽ ഫോക്കൽ ലെങ്ത് ഓഫർ ചെയ്യും, വയലറ്റിന് കുറച്ചേ ഫോക്കൽ ലെങ്ത് ഓഫർ ചെയ്യും. കാരണം പ്രിൻസിപ്പൽ ഫോക്കസ് ലെൻസിലേക്കൂടെ ദൂരമല്ല ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഇത് ഈ വയലറ്റിന് കുറച്ച് ഫോക്കൽ ലെങ്ത്തും റെഡിന് കൂടുതൽ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യും, ലെൻസ് ഓഫർ ചെയ്യും. ഇതാണ് ക്രോമാറ്റിക് അബ്രഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിഫ്രാക്ഷനിൽ പറയാനുള്ളത്. ഒരുപാട് ലെങ്തി ആയതുകൊണ്ടാണ് ഓടിച്ചു പോയത്. പക്ഷേ ഡെറിവേഷൻ സമയത്ത് നിങ്ങൾക്ക് എളുപ്പമാണ്. വീഡിയോ പോസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡെറിവേഷൻസ് കോപ്പി ചെയ്യാം. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഫീൽ ഫ്രീ ആസ്ക് ടു കമൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.